സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂൽ ഉണ്ടാവും ചെയ്യാമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കൾ എഴുതിയതിന് ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ കോലത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാനും ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ വെച്ച് ചോദിക്കും പറയും. അതാണ് ബെസ്റ്റ്. അതൊക്കെ പാടെ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കായ മൗലിദുകളുണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന 3 മൗലിദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്, 10,000 ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് തന്നെ അപ്രായോഗികമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്, 10,000 ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് തന്നെ അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് പറഞ്ഞാൽ എത്ര ഇമാമുകൾ, ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം കൂടി ലിസ്റ്റാക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞാൽ വിട്ടിത്തണത്. അതാ ചോദ്യം അപ്രസക്തമാണ്, അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാദപ്രതിവാദം ചെയ്യാൻ റെഡിയാണ്. 5 മൗലിദിൽ മാത്രമേ സംവാദത്തിനുള്ളൂ എന്ന് സുന്നികൾ പറഞ്ഞതായി പെരുംനുണ പ്രചരിപ്പിച്ചു. ഒന്നാം ഘട്ടം ഈ 3 മൗലിദുകൾ, ഒന്നാം ഘട്ടം ഈ 3 മൗലിദ്, രണ്ടാം ഘട്ടം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പുള്ള ഒരു 5 ഇവിടെ പറഞ്ഞല്ലോ, 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ആയിരക്കണക്കായ മൗലിദുകൾ ഒരു സംവാദത്തിൽ ചർച്ച ചെയ്യുക അപ്രായോഗികമാണെന്ന ലളിതമായ സത്യമാണ് സുന്നികൾ വാദിച്ചത്. ആ 3 കുറിച്ച് വാദപ്രതിവാദം ഞങ്ങളുണ്ടോ? അത് കഴിഞ്ഞിട്ട് 2-ാം ദിവസം നമുക്ക് വേറെയുള്ള 3 അങ്ങനെ 3 പോട്ടാണ് എല്ലാം വാദപ്രതിവാദം ചെയ്യാം. എന്താ അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതല്ലാതെ ഒരു 66 ആവട്ടെ 126 ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രതിവാദം നടക്കൂല എന്നതും ഉറപ്പാണ്. ഒരു 66 ആവട്ടെ 126 ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രതിവാദം നടക്കൂല എന്നതും ഉറപ്പാണ്. ഇത് അപ്രായോഗികമാണ്, നടക്കരുത് എന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഒരു വാദപ്രതിവാദത്തിൽ ആയിരക്കണക്കായ 100 കണക്കായ മൗലിദുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രായോഗികമാണ് എന്ന പാരപാഠം അറിയാത്തവർ ഇവിടെ ഇരിക്കുന്നവർ ആരുമില്ല. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ 3 മൗലിദുകളെ കുറിച്ച് ആദ്യം സംവാദം നടക്കട്ടെ, ശേഷം പിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 കുറിച്ച് ഞങ്ങൾ പറയും. മൂന്നാമത്തെ സംവാദത്തിൽ അടുത്ത 3 പറയും. ഇത് ഏവർക്കും ലളിതമായി തിരിയുന്ന കാര്യമാണ്. 10,000 അല്ലെങ്കിൽ വലിയ വലിയ ഇമാമുകൾ രചിച്ചിട്ടുള്ള മൗലിദിന്റെ കിതാബുകൾ, അതിന്റെ എല്ലാം കൂടി ലിസ്റ്റ് ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ്, 100 വട്ടം ബുദ്ധിശൂന്യതയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല ഈ മൗലിദുകളൊന്നും. അത് നിങ്ങളുടെ പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ അൽ മുർഷിദ് പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ CH പ്രസ് പോലത്തെ സ്വകാര്യ കമ്പനികളുടെ പ്രസ്സിൽ നിന്നാണ് ഇതൊരിക്കലും അത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് അതിനുള്ള വകകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാഹളം കെട്ടി തിരൂരങ്ങാടിൽ പോയി മുജാഹിദ് പ്രസ്സിലുള്ളവരോടും മുജാഹിദ് പ്രവർത്തകരായ അവരോടും നിങ്ങൾ കാഹളം കെട്ടി പറയണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ? അല്ല, ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ? അല്ലല്ലോ. ഈ 5 ചർച്ച കഴിഞ്ഞാൽ നാളെ വേറെ 5 വരും, മറ്റന്നാളെ വേറെ 5 വരും, ലക്ഷക്കണക്കിന് മൗലിദുകൾ വരാനുണ്ട്. തിരുപ്രവാചകരെയും സ്വഹാബികളെയും പൂർവ്വസൂരികൾ സർവരെയും അവഹേളിച്ച് ഇസ്ലാമിനെതിരെ കലാപ കൊടിയുയർത്തുന്ന വഹാബിസത്തെ മൂക്കുകയറിട്ട 1-ാം വല്ലപ്പുഴ വ്യവസ്ഥയ്ക്ക് ശേഷം ഉറക്കം നഷ്ടപ്പെട്ട ബിദഈകൾ
മുഖം രക്ഷിക്കാനായുള്ള നെട്ടോട്ടത്തിനിടയിൽ വീണ്ടും വീണു വല്ലപ്പുഴയിൽ. ചരിത്രമുറങ്ങുന്ന പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയെന്ന് കേൾക്കുന്നത് തന്നെ ഭീകര സ്മരണയായി വഹാബിസത്തിന് അനുഭവപ്പെടുന്നുവെന്നത് ബിദ്അത്തിന്റെ ദുർഗതിയെന്ന് പറയാം. പക്ഷേ വീണ്ടും വല്ലപ്പുഴയിൽ വഹാബിസമെന്ന അസത്യം ചെരുപ്പിടും മുമ്പേ സത്യം അവരെ പിടിച്ചുകിട്ടി. കേരളത്തിലെ വഹാബി തറവാട്ടിലെ രോഷാഗ്നിയായി ആളിക്കത്താറുള്ള സുല്ലമി മൗലവിമാർ മുതൽ എണ്ണം പറഞ്ഞ നിറഞ്ഞ മൗലവി സമൂഹം ഉണ്ടായിട്ടും രണ്ടാം വല്ലപ്പുഴ വ്യവസ്ഥയിലെ പരിതാപാന്ത്യത്തിന് രക്ഷകരാവാൻ സാധിക്കാതെ പോയി. ഒന്നാം വല്ലപ്പുഴ വ്യവസ്ഥയിൽ സുന്നികൾ സംവാദം നടത്തിപ്പിന്റെ സൗകര്യത്തിനായി 5 മൗലിദുകൾ ആദ്യമായി ചർച്ചയാവാമെന്നും പിന്നീട് ഘട്ടം ഘട്ടമായി 5 വീതം ചർച്ചകളാവാമെന്ന് പറഞ്ഞിട്ടും ലക്ഷക്കണക്കിന് മൗലിദുകൾ ഒരു സംവാദത്തിലെ പരിമിതമായ മണിക്കൂറുകൾക്കുള്ളിൽ ചർച്ച ചെയ്തു തീർക്കണമെന്ന വഹാബി മർക്കടമുഷ്ടിയുടെ വിചിത്രവാദം കാരണം ആ വ്യവസ്ഥ അലങ്കോലപ്പെട്ടു. പക്ഷേ പ്രതീക്ഷയോടെ രണ്ടാം വ്യവസ്ഥക്ക് വന്ന വല്ലപ്പുഴക്കാർ ചോദ്യോത്തരങ്ങളെ ഭയന്നോടുന്ന വഹാബി വെപ്രാളത്തിന്റെ കഥ കണ്ട് അതിന്റെ ദൃശ്യശ്രാവ്യ രംഗങ്ങൾ നേരിലനുഭവിച്ചതോടെ ഭീരുത്വത്തിന്, ചോദ്യങ്ങളെ ഭയപ്പെടുന്ന പ്രതിഭാസത്തിന് അവർ വഹാബിസമെന്ന് പേരിട്ട് വിളിച്ചു. അതെ, ഇതാണ് വഹാബിസമെന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ ഇത് പൂർണ്ണമായി കാണുക. സംവാദത്തിന് വലിയ വായിൽ വെല്ലുവിളിച്ചവർ പാലക്കാട് ജില്ലയിലെ സുന്നി പണ്ഡിതരുമായി സംവാദത്തിന് അവസാനവട്ട ചർച്ചയ്ക്കെത്തിയപ്പോൾ മട്ട് മാറി. അവസാനം തനി സ്വരൂപം കാണിച്ചു തുടങ്ങി. സംവാദത്തിൽ ഞങ്ങൾ സുന്നി പണ്ഡിതന്മാരോട് ചോദിക്കും, അപ്പോൾ അവർ മറുപടി പറയണം. പക്ഷേ മുജാഹിദുകളോട് തിരിച്ചു ചോദിക്കരുത്. ഇപ്പോൾ വഹാബിസം ഉത്തരം മുട്ടിത്തുടങ്ങിയിരിക്കുന്നു. വിചിത്രവാദങ്ങൾ ആവർത്തിച്ച് സംവാദത്തിൽ നിന്ന് വഹാബിസം ഒന്നുകൂടി ഒളിച്ചോടിയ രണ്ടാം വല്ലപ്പുഴയുടെ തീരത്ത് നിന്ന് കണ്ണീരോടെ മടങ്ങിയ വഹാബിസത്തിന്റെ ഓർമ്മക്കായി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. നമ്മുടെ ഇവിടെയുള്ള ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചർച്ചയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രാദേശികരായ ആളുകളെ ഇരുഭാഗത്തുനിന്നും പരമാവധി ചുരുങ്ങിയ സമയം, ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ഈ സംവാദത്തിന് വ്യവസ്ഥ ഒരുങ്ങാൻ കാരണമുണ്ടായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ റഹ്മത്തങ്ങാടിയിൽ വെച്ച് ഏലംകുളം മദ്ദുറഷി സഖാഫി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം സംശയ നിവാരണത്തിന് അവസരം കൊടുത്ത സമയത്ത് ഇവിടുത്തെ ഒരു സഹോദരൻ സംവാദത്തിന് ചെമ്മൻകുഴി ഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി മൗലൂദ് സംബന്ധമായ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് മറുപടി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥക്ക് കളമൊരുങ്ങിയത്. അതുകൊണ്ട് അന്നേ ദിവസം വ്യവസ്ഥക്ക് വേണ്ടി ഒരു ഡേറ്റ് കാണുകയും അതനുസരിച്ചാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സംവാദത്തിനാവശ്യമായ വ്യവസ്ഥകൾ ഇവിടെ വെച്ച് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, നമ്മളിവിടെ ഈ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഉദ്ദേശ്യം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സിറാജുദ്ദീൻ ഫൈസി പറയുകയുണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഏലംകുളം സഖാഫി പ്രസംഗിക്കുന്ന വന്ന സമയത്താണ് ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ 1.5 വർഷമായി ഈ ഒരു സംവാദ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന കാരണങ്ങൾ തുടങ്ങിയിട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൗലൂദ് എന്ന വിഷയത്തിലല്ല ഇവിടെ ചർച്ച വന്നിട്ടുള്ളത്, സബീന കിതാബ് വെച്ചാണ് എന്നുള്ളത് ഒന്നുകൂടി ഉണർത്തുന്നു. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ വല്ലപ്പുഴയിലെ പല വേദികളിലുമായിക്കൊണ്ട് സിറാജുദ്ദീൻ ഫൈസി മുജാഹിദ് പ്രവർത്തകരെ
വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്തപ്പോൾ സഹിക്കവയ്യാതെ അവസാന നിമിഷഘട്ടത്തിലാണ് വല്ലപ്പുഴയിലെ KNM പ്രവർത്തകരും സിറാജുദ്ദീൻ ഫൈസിയും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് മൗലൂദ് എന്ന ഒരു വാക്ക് ഞങ്ങൾ ആരും ഉച്ചരിച്ചിട്ടില്ല. ഇവിടെ സബീന കിതാബ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു സംവാദം, ചോദ്യോത്തരം, സംശയ നിവാരണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി കഴിഞ്ഞ ആഴ്ച ഇവിടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്. അവിടെ വിഷയം പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ചർച്ച ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അല്ല, പറഞ്ഞതിൽ ഒരു കാര്യം പറയാനുണ്ട്. 1.5 കൊല്ലമായി നിരന്തര അവഹേളനം എന്ന് പറഞ്ഞു. അതേപോലെ അപ്പുറത്തുണ്ടായിട്ടുണ്ട്. അത് ആരും തെറ്റിദ്ധരിക്കാൻ ഞാൻ വിഷയം ഇവിടെ അതിന് തന്നെ കൊളാക്കണേ പറയുന്നതാണ്. നിരന്തരമായ ഇതിൻ്റെ അതിൻ്റെ കത്തുകളൊക്കെ പച്ചക്കള്ള എഴുതിൻ്റെ ലോകം എന്നായിട്ട് പിന്നെ എന്നെ പറ്റി അവഹേളിച്ചുകൊണ്ട് ആ കത്തിൻ്റെ കണ്ട് പച്ച നുണ എഴുതിയിട്ട് മാത്രമല്ല എന്നെ കള്ളെന്നും ഡോക്ടറൊക്കെ അങ്ങനെ വളരെ മോശമായിട്ട് അത്ര ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാ ഞാൻ അതിന് തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വേണ്ടാത്ത വിഷയങ്ങൾ പറയേണ്ടിട്ടാണ്. ആ വിഷയമൊന്നും സംസാരിക്കരുത്, സംസാരിച്ച് 2 ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും അവിടെ പ്രതികരിച്ച സ്ഥിതിക്ക് 2 പ്രാവശ്യം അവിടെ പറഞ്ഞത് കൊണ്ട് 2 പ്രാവശ്യം ഞാൻ ഇവിടെയും പറയാണ്. സിറാജുദ്ദീൻ ഫൈസി പറഞ്ഞു ഇങ്ങോട്ട് അവഹേളനം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ സിറാജുദ്ദീൻ ഫൈസി അല്ലാത്ത ഒരുപാട് സക്കാഫിമാർ വല്ലപ്പുഴയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവരും പല രീതിയിൽ അവഹേളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവർക്കൊന്നും ചോദിച്ചിട്ടുമില്ല, അവരോട് കുത്ത് നടത്തിയിട്ടില്ല, അവരോട് ചർച്ചയ്ക്ക് എത്തിയിട്ടില്ല. സിറാജുദ്ദീൻ ഫൈസിയെ മാത്രം ഫോക്കസ് ചെയ്യാൻ കാരണം ആ രീതിയിൽ അദ്ദേഹം അവഹേളിച്ചതാണ്. ഇവിടുത്തെ പണ്ഡിതന്മാർ പിന്നെ പ്രവർത്തകർ പടിജാഹില്യങ്ങളാണ്. താടി അവഹേളിച്ചുകൊണ്ട് 1 മീറ്റർ നീളമുള്ള താടിയും കുത്തി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയം പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നേരത്തെ നിശ്ചയിക്കപ്പെട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും മൗലിദ് പാരായണം ചെയ്യുകയും അതിൽ പുണ്യമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് തെറ്റാണെന്ന് വിശദീകരിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളാണ് മറുഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ രൂപവും ഇതിൻ്റെ വിഷയവും എല്ലാം ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സബീന കിതാബും മൗലിദും ഒക്കെ ചർച്ചയിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായി സംവാദത്തിൻ്റെ രൂപം അതെങ്ങനെയാണ്, ഇവിടെ ഒരു പൊതു സംവാദത്തിൻ്റെ രൂപത്തിലാണോ അതോ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യമായി ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് വരാവുന്നതാണ്. അതിനുശേഷം വിഷയം തീരുമാനിച്ച് ഉടനെ സംവാദത്തിന് വ്യവസ്ഥ എഴുതി തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ തന്നെ വാദപ്രതിവാദം നടക്കുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടക്കാവുന്നതാണ്. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫുർ റസൂലില്ലാഹ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷത്തോളമായി ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന ഖണ്ഡനമണ്ഡനങ്ങളും അതുപോലെ വ്യവസ്ഥാ ചർച്ചയുമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഫൈസിയും ഞാനും നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംവാദ പശ്ചാത്തലത്തിലാണ്. ഏതൊരു പ്രദേശത്തും എല്ലാവർക്കും അറിയാം, ഒരു സംവാദമുണ്ടാകുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഖണ്ഡനമണ്ഡനങ്ങളാണ് ഇത്തരം അവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ സംവാദത്തിലേക്ക് എത്താറുള്ളത്. അങ്ങനെ എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നാം ഒരു സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ മുജാഹിദ് പ്രവർത്തകർ ഒരാളോട് നടത്തുക എന്നതിന് പകരമായി പൊതുവിൽ നടക്കുന്ന വിഷയം, ആ വിഷയം ഏതൊരു വിഷയത്തിലാണെങ്കിൽ ആ ഒരു സംവാദം ഇവിടെ നടക്കണം. അത് ആര് എങ്ങനെ എന്നുള്ള വിഷയങ്ങൾ തീരുമാനിക്കാനുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ്
നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ വ്യവസ്ഥയിൽ ഫൈസിയുമായിട്ടാണോ എങ്കിൽ ഫൈസിയുമായിട്ട് അല്ല മറ്റൊരാൾട്ടാണോ അങ്ങനെ എങ്ങനെയാണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ചയിലൂടെ നമുക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ് എന്ന അഭിപ്രായമുണ്ട്. അസ്സലാമു അലൈക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സിറ്റിംഗ് ഉണ്ടായതിൻ്റെ സാഹചര്യം എന്താണ്? വെറുതെ നമ്മൾ വന്നിരുന്നതല്ല. ബഹുമാനായ ഫൈസി ഇവിടെ പ്രസംഗിച്ചു. അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ നിലക്കുള്ള വെല്ലുവിളികളും മറ്റും നടത്തിയപ്പോൾ ഒരു പ്രവർത്തകൻ ചോദിച്ചത് എന്തായിരുന്നു? ഫൈസിയുമായിട്ടുള്ള ചർച്ചയാണെങ്കിൽ അത് നടക്കട്ടെ, അതല്ല രണ്ട് സംഘടനകൾ തമ്മിലുള്ള ചർച്ചയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഏതാണെന്ന് ഫൈസി ഒന്ന് വിശദീകരിച്ചാൽ നന്ന്. ഫൈസിയുമായിട്ടാണെങ്കിൽ സംവദിക്കാൻ തയ്യാറാണ്, പക്ഷേ അതിന് ചില നിബന്ധനകൾ എനിക്ക് വെക്കാനുണ്ട്. എൻ്റെ അഭിപ്രായം ഇതൊരു ചെമ്മൻകൊടിയിലെയോ ഫൈസിയുടെയോ വിഷയമല്ലാത്തത് കൊണ്ട് ഇതൊരു ആഗോള വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു ഫൈസിയുമായിട്ട് സംഭാഷണം നടത്തിയ ഒരു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിജയിക്കും. പക്ഷെ അങ്ങനെ നടന്നാൽ പിന്നെയും പുറത്ത് ചർച്ച ചെയ്യപ്പെടൽ അതൊരു നാട്ടിലെ സാധുക്കളും മുജാഹിദീങ്ങളുടെ ആയിട്ട് നടത്തി വിജയിച്ചു എന്ന് കുപ്രചരണം നടത്തിയിട്ട് അത് ഒരു ഫലം ചെയ്യൂല. പിന്നെയും ഈ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ പിന്നെയും സംവാദങ്ങൾ പിന്നെയും വേണ്ടി വരും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ ഫലം ചെയ്യുന്ന രൂപത്തിൽ ഇതൊരു ആഗോള പ്രതിഭാസമാണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ ഭയപ്പെടുകയാണ്. പിന്നെ ഉണ്ടാവില്ല ഇങ്ങനെയാണ്. പിന്നെയും സംവാദം പിന്നെയും ആവശ്യമായിട്ട് വരും. ഞാൻ എപ്പോഴും ഓക്കെയാണ്, റെഡിയാണ്. ഞാൻ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാൻ ഒറ്റക്കാകുമ്പോൾ അപ്പുറത്ത് ഞാൻ ആവശ്യപ്പെടുന്ന വ്യക്തി എനിക്ക് വേണ്ടി വരും. ഞാൻ ആവശ്യപ്പെട്ടല്ലേ, അപ്പോൾ അപ്പുറത്ത് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി എനിക്കും വേണ്ടി വരും. അല്ല, ഇതൊരു കേരളത്തിലെ മാത്രം മഹലിൻ്റെ വിഷയമല്ല, ചെമ്മൻകൊടിത്തെ വിഷയമല്ല, ഒരു ആഗോള വിഷയമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്, ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലൊരു ചർച്ചയായിട്ട് രണ്ട് വിഭാഗത്തുനിന്നും ഉത്തരവാദപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഫലവത്താകും. അതേ എന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു വൈമനസ്യമല്ല, ഞാൻ ഓക്കെ എപ്പോഴും റെഡിയാണ്. ഫൈസി നമ്മൾ നേരത്തെ ചോദിച്ചത് അതല്ല, ഇതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? ചോദിച്ച മുജാഹിദ് പ്രവർത്തകൻ എന്താ നിങ്ങളോട് ചോദിച്ചത്? ഫൈസിയുമായിട്ട് ഈ നാട്ടിലെ വല്ലപ്പുഴയിലെ KNM പ്രവർത്തകർക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ അവസരം തരുമെന്നല്ലേ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിന് ലംഘനം തുടക്കത്തിലേ നിങ്ങൾ ഭവിഷ്യത്ത് ഭയപ്പെട്ടാൽ ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്നുള്ളത് ബഹുമാനായ ഫൈസി, നിങ്ങൾക്ക് ഈ നാട്ട് കുറച്ച് നിലവിലൊക്കെ ഉള്ളതാണ്, അത് നിങ്ങൾ കൂടുതൽ ഓർക്കണം. അതുകൊണ്ട് ബഹുമാനായ ഫൈസിയോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് അവിടെ ഉണ്ടായത്? അതായത് നിങ്ങളോട് എന്താണ് ആ പ്രവർത്തകൻ ചോദിച്ചത്, നിങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ആ വാക്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ ഇല്ലേ? അതിന് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥൈര്യവും ബഹുമാനായ വ്യക്തി എന്ന നിലക്ക് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ആ പറഞ്ഞ് നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? വാക്കിൽ നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടോ? ഒന്ന് പറയും. ഫൈസി പറയും. ആരാ പറയേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഫൈസി അത് വെട്ടിക്കാളെ, അത് വിട്ട മുനീർ മാതിരി പറഞ്ഞ മുമ്പ് തീരുമാനിച്ചതാണല്ലോ. അതിരിക്കട്ടെ, ആവശ്യമായ സമയത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കോളും. അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഭവിഷ്യത്ത് എന്താ വരികയെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ആ വിഷയത്തിൽ വെറുതെ പറയാൻ നിൽക്കണ്ട. അപ്പൊ അതൊന്നും ഞങ്ങളെ മുമ്പിൽ വരെ പോവില്ല. ഒരു കാര്യങ്ങൾ പറയാം. സംഗതി നടന്ന വല്ലപ്പുഴയിലായാലും ഇനി മൊറയൂരിലായാലും പുതുപ്പറമ്പിലായാലും എവിടെയായാലും ശരി, വിഷയം ആദർശമാണ്. ആ ഒതുക്കല് നമ്മളെ ആദർശത്തിന്റെ ആസ്ഥാനല്ലേ. അതിനെന്താ തർക്കം? ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദിന്റെ നാടല്ലേ, അത് പ്രത്യേകിച്ച് അത് പറയാനൊന്നുമില്ല. അപ്പൊ അതങ്ങനെ തന്നെ. ആ ചങ്ങലേരി മിനിയാന്ന് പോയിട്ടുള്ളൂ, പിന്നെ മുപ്പരവിടെ കണ്ടിട്ടില്ല, അത് പോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ ആദർശമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഫൈസി ഉസ്താദ് റെഡി. ഇനിയിപ്പോ ഒതുക്കൽ വന്നിട്ട് നൗഷാദ് ഹസന് വേണം, അല്ലെങ്കിൽ റഷീദ് സഖാഫി, അതൊന്നുമല്ല വിഷയം. ആർക്കും വരാ, അതിലെന്തുണ്ട്? അതിലൊരു വിഷയമാണോ? നിങ്ങളെ വിഷയം നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങളിൽ ആര് വരണം? നിങ്ങൾ ഏത് വാദപ്രതിവാദത്തിനും എന്തുണ്ടാവും? ഒരു ചാൻസും അതുപോലെ സാധ്യതയും അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം എന്ന നിലക്ക് ഇവിടെ വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായും സ്റ്റേജിലുണ്ടായിരുന്നത് റഷീദ് സഖാഫിയും സിറാജുദ്ദീൻ ഫൈസിയുമായിരുന്നു. അപ്പൊ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു. ആ വെല്ലുവിളി ഏറ്റെടുത്തത് ആദർശത്തിന്റെ പ്രശ്നമാണ്. സിറാജുദ്ദീൻ ഫൈസിയുടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമല്ല സിറാജുദ്ദീൻ ഫൈസി ഏറ്റെടുത്തിരിക്കുന്നത്. സംഘടന നടത്തിയ SYS സംഘടിപ്പിച്ച പരിപാടിയിലാണിത് ഉണ്ടായതും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും വിഷയം ആദർശമായതുകൊണ്ട് ആദർശത്തിന് മുൻഗണന നൽകിയിട്ടുള്ള ചർച്ച വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക്. നടക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഫൈസിക്ക് പറയാനുള്ള ആദർശപരമായ ചർച്ച അല്ലേ? എന്താണ് ഫൈസി? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതോ?
അവിടെ അത് ഫൈസി പറയാം. അതുകൊണ്ടാണ് ഫൈസിയിൽ ഇടപെട്ട ആളുകൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞ ആൾ നിൽക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപിക്കുകയോ മറ്റോ അല്ല. നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ നിങ്ങളോട് ആ മുജാഹിദ് പ്രവർത്തകൻ എന്താണ് ചോദിച്ചത്? നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് വാദപ്രയോഗം അല്ലെങ്കിൽ ചർച്ച എന്തോ വെച്ചാൽ അതിന് തയ്യാറായത് എന്തിനാണ്? രണ്ട് വിഭാഗത്തെ പണ്ഡിതന്മാരിരുന്നുള്ള ചർച്ചയാണോ? അതല്ല മുജാഹിദ് പ്രവർത്തകരുടെ ആ ചോദ്യോത്തരമാണോ? അതല്ല എന്താണ് അവിടെ ഉണ്ടായ സംഭവം? നിങ്ങൾ അത് നൗഷാദിന് അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അത് വേറെ ഒതുക്കെങ്കിൽ വേണമെങ്കിൽ വേറെ നടത്താം, അത് പേരോട് വേറെ നടത്താം, നെല്ലിക്കുത്ത് വേറെ നടത്താം, ഉള്ളാളുമാണെങ്കിൽ നടത്താം, കാന്തപുരത്ത് നടത്താം. ഒന്നും ഒരു വിശേഷ സംഗതിയല്ല. വേണ്ടി വന്നാൽ അതിന്റെ രീതിയിൽ ഇവിടെ ഇപ്പൊ വല്ലപ്പുഴയിൽ ഇത് പ്രശ്നമാണ്. വല്ലപ്പുഴയിൽ ഇത് പ്രശ്നം. കാരണം നിങ്ങൾക്കറിയാം, സബീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിലേക്ക് വരൂല. നമ്മളെ പഴയ അലവി സഖാബിനെ ഇപ്പൊ കാണില്ലല്ലോ അല്ലേ? അപ്പോ മൂപ്പർക്കറിയാം. ആട്ടെ, ഏതായിരുന്നാലും മൂപ്പർക്കറിയാം. ശരി, അതാണ് വിഷയം അല്ലേ? അപ്പോ പിന്നെ അലവി സഖാഫിക്ക് അറിയാം, അല്ലെങ്കിൽ അതുപോലുള്ള മുസ്ലിം ഇവർക്കും ഈ പറഞ്ഞ ആൾക്കാർക്കും അറിയാമായിരിക്കും, നിങ്ങൾക്കും അറിയായിരിക്കും. ഇവിടെ വല്ലപ്പുഴയിൽ നേരത്തെ നടന്ന ഒരു ചർച്ച ഉണ്ട്. അതിൽ 5 മൗലിദ് വെച്ചുകൊണ്ട് സമ്പാദനം തയ്യാറാന്ന് പറഞ്ഞു. ബാക്കി പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലയെന്നൊക്കെ അറിയാൻ ഈ വല്ലപ്പുഴയിൽ ഞാൻ പറഞ്ഞോട്ടെ എന്താണെങ്കില. അപ്പോ പിന്നെ ആ നിലക്ക് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവോ ആ 5 ഇപ്പൊ 6 ആയിക്കണോ 10 ആയിക്കണോ? അതല്ല കാരന്തൂർ മർക്കസിൽ നിന്ന് ഇറങ്ങണേ ആ സെബീന്റെ ചെറിയ ഏടുണ്ടല്ലോ, അതിപ്പോഴും ആ കട്ടി തന്നെ ഉള്ളത്, കൂടിയിട്ടുണ്ടോ? അതൊക്കെ ഈ നാട്ടിലെ വല്ലപ്പുഴയിലെ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ മുജാഹിദ് പ്രവർത്തകൻ ഫൈസി ചോദിച്ചത്, നിങ്ങൾ ഈ നാട്ടിലെ കേന്നം പ്രവർത്തകരുമായിട്ട് അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോന്ന്. ആ ചോദ്യം ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ആ നിലക്ക് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ കാണാം. അതിന് എത്ര ചോദിക്കുന്ന ആൾ എത്ര മിനിറ്റ് ചോദിക്കണം, നിങ്ങൾക്ക് എത്ര സമയം വേണം, അതിന് വ്യവസ്ഥ ഉണ്ടാക്കാം. ഈ മറ്റത് വേറെ പണ്ഡിതോചിതമായിട്ട് ആ നിലക്ക് വേറെ നടക്കാറുണ്ട്. നമുക്കറിയാലോ, എത്രയോ സിറ്റിക്ക് നേരത്തെ ഇരുന്നതല്ലേ, വല്ലപ്പോഴും തന്നെ ഇരുന്നതല്ലേ. അപ്പൊ ആ നിലക്കുണ്ട് ഫൈസി, നിങ്ങൾ ഇത് ഒഴിഞ്ഞു മാറരുത് ദയവ് ചെയ്ത്. നിങ്ങൾക്ക് ഇത് വല്ല ഉത്തരവാദിത്തം ഉണ്ട്, അല്ല ഇവനെ ഈ പണിക്കുകൾ നടക്കരുത്. നിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് അതിനോട് നീതി പുലർത്തുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഫൈസി നിങ്ങൾ കേൾക്കണം. മൂപ്പരപ്പം കേൾക്കൂല. നിങ്ങൾ ശ്രദ്ധിക്ക്, എന്താണ് ഈ വിഷയം? നിങ്ങൾ പറഞ്ഞ വാക്കിന് വില ഉണ്ടോ? അത് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നാളെ സീഡിയാ പോവാണ്, അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളെ ഈ വല്ലപ്പുഴയിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാനം ഉള്ളതും നഷ്ടപ്പെടണ്ട. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്ന ആളാണ് എങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ധാരണ ഉണ്ടാവുമല്ലോ, എങ്കിൽ അത് അവരെങ്കിലും തിരുത്താതെക്കാൻ നിങ്ങൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുമോ ബഹുമാനായ ഫൈസി? ഫൈസിനോട് നടത്താൻ ഇവിടെയുള്ള പശ്ചാത്തലം വിവരിക്കുന്ന ആ വ്യക്തിയാണ് ചോദിക്കേണ്ടത്. ഏതായാലും മുനീർ മദനി ഇടപെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫൈസി ആ വിഷയം റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഒരു വിഷയമല്ല. പക്ഷെ ഫൈസി ഡിമാൻഡ് വെച്ചു. എന്ത്? ഫൈസി ആവശ്യപ്പെടുന്ന ആൾ ഈ വല്ലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് തരണമെന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. മുനീർ മദനി പറഞ്ഞതുപോലെ ഇവിടെ വല്ലപ്പുഴയുടെ സംവാദ ചർച്ച വ്യവസ്ഥ മുമ്പ് നടന്നിരുന്നു. അന്ന് 5 കിതാബാണോ, അത് കട്ടി കൂടിയിട്ടുണ്ടോ അതോ കട്ടി കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ഒരുപാട് ചോദിച്ചു. അത് കട്ടി കൂടിയിട്ടുണ്ടോ, കൂട്ടി അടിക്കണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമല്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി മൗലിദ് ഓതാൻ പറ്റുമല്ലേ? മറ്റൊരു വിഷയം, ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലിദായാലും മേൽ പറഞ്ഞതിൽ നിന്ന് ശിർക്കിൽ നിന്ന് രക്ഷയില്ല എന്നൊക്കെ ഉമർ മൗലവി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കോമൺ സെൻസ് ഇല്ലാതെ വെച്ചിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ താടിനെങ്കിലും നിങ്ങൾ മാനിക്കണം. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ എന്നാ ശരി. ഇയാളെ സംസ്കാരം നിർത്തിയില്ലെങ്കിൽ അല്ല അയാൾ ഇത്തരം തൊള്ളേ തോന്നി എഴുതി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. തൊള്ളേ തോന്നി എഴുതി കൊണ്ട് നടക്കുന്ന ആളെ അതിൽ കൂട്ടിക്കൊണ്ടെന്ന് അങ്ങനെ ഉണ്ടാല് ഇവിടെ കണ്ടൊക്കെ പലരും പലതിലും എഴുതി വിടും. ആ എഴുതിയൊക്കെ കൊണ്ടുവരാനല്ല ഇവിടെ ചർച്ചയ്ക്ക്. ആരെഴുതിയതാണെങ്കിലും അനാവശ്യം അനാവശ്യം നിങ്ങളാണ്. നിങ്ങൾ എല്ലാ വ്യവസ്ഥയിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഇവിടെ റഷീദ് സഖാഫിയാണ് പറയുന്നത്, ഞങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാണ്ട് ഞങ്ങൾ പറയും, അല്ലാതെ നിങ്ങൾ അതിൽ ഇടപെടരുത്. നബീൽ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ അയാൾ നമ്മൾ ഒരു വിഭാഗം ഇത്ര സംസാരിക്കണം എന്ന് വ്യവസ്ഥ വെച്ചിട്ടില്ല. പരമാവധി ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഒരു വിഭാഗം പറയുമ്പോൾ ദയവ് ചെയ്ത് അതാ ഒരു വിഭാഗം പറയുമ്പോ ഒരാളെന്നല്ല, ദയവ് ചെയ്ത് നിങ്ങൾ ഇത് കേൾക്ക്. ഈ നബീൽ പറഞ്ഞ ദയവ് ചെയ്ത്
മുനീർ മദനി സംസാരിക്കുമ്പോഴോ ഈ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോഴോ അപ്പുറത്തുനിന്ന് ഇടപെടണ്ട. അവിടുന്ന് സംസാരിക്കുമ്പോ ഇവിടുന്ന് ഇടപെടണ്ട. നമ്മൾ അധികം നീണ്ടു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ സമയം വെക്കേണ്ടി വരും. സമയം വെക്കുമ്പോൾ അത് നോക്കാനും അത് പിന്നെ രേഖപ്പെടുത്താനൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കിയ മുഖാമുഖമായിട്ട് വരും വേണ്ട എന്നതാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. ആ ശൈലിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം. മുഖാമുഖമായിട്ട് വരിക, ഇത്തരം ഇടപെടൽ ഉണ്ടാവും. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നബീൽ തന്നെ പറഞ്ഞല്ലോ, നബീൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് നിന്ന് ഇടപെടരുത്, മറ്റൊരാൾ സംസാരിക്കുമ്പോ മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത് ഇടപെടരുത് മറുഭാഗത്ത് നിന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയും സമയം സംസാരിച്ചപ്പോ ഇടപെട്ടത് ഇദ്ദേഹം മാത്രമാണ്, അബ്ദുള്ള സുലൈമി മാത്രമാണ്. മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തുള്ള റെക്കോർഡ് കൊണ്ട് തീർച്ചയായും ഈ നിലയിൽ മൈക്കെടുത്ത് വന്നത് ഇദ്ദേഹം മാത്രമാണ്. ഈ നിലയിൽ അദ്ദേഹം മാത്രമേ വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഒന്ന് രണ്ടാമത്തെ നിങ്ങളെ സദസ് ഒന്നിച്ച് ഇവിടുന്ന് ഏലംകുളം പറയുന്ന സമയത്ത് നിങ്ങളെ ഭാഗത്തുനിന്ന് ഏലംകുളം ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളെ ഭാഗത്തുള്ള എല്ലാവരും ഇടപെടുകയാണ്. ഒന്നിച്ച് മാന്യമായിട്ട് സദസ്സിലിരിക്കുക. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, റെക്കോർഡ് ചെയ്തത് മുഴുവനായി കേൾക്കും. നടക്കാൻ തീർച്ചയായും നിർബന്ധമുള്ളതാണ്. നടക്കണം എന്നതുകൊണ്ടാണ് അബ്ദുള്ള സുലമി മിണ്ടരുത് എന്ന് പറഞ്ഞത്. ഇവിടെ നടക്കുന്ന സമയത്ത് ഇടപെടുക എന്ന അബ്ദുള്ള സുലമിന്റെ ശൈലി നിർത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് നടക്കാൻ വേണ്ടി അബ്ദുള്ള സുലമി നിർത്തുക. അബ്ദുള്ള സുലമിന്റെ സമയത്ത് പറയാം. അബ്ദുള്ള സുലമി ഇപ്പൊ കഴിഞ്ഞോ ഞങ്ങളുടെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ അതെന്താ പറഞ്ഞത്? നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ ഈ പരിപാടി നിർത്തണം. കൃത്യമായി നിർത്തണം. ഇയാൾ ഈ അനാവശ്യം പറയാനായിട്ടും ഇത് കലക്കാനായിട്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് നാളോട് നിർത്താൻ വേണ്ടി പറയും. പ്രായമുള്ള ഒരു പക്വതയല്ലേ, ആ പക്വത കാണിക്കും. അതെ, അത് ഒരു ഒരു കൂട്ടർ സംസാരിക്കും, മറ്റൊരു കൂട്ടർ പറഞ്ഞോണ്ടാണ്. റഷീദ് സഖാവി പറയട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല, നമുക്ക് ഈ വിഷയത്തിൽ ഒരു ടൈം എത്ര മിനിറ്റ്, ഒരു 3 മിനിറ്റ്, അത് 2 മിനിറ്റ് എന്ന് ഓരോ വിഭാഗം സംസാരിക്കുക. എന്നിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്നെ നിയന്ത്രിക്കുക, അങ്ങനെ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുക, അങ്ങനെ ഓരോ ആളുകളും നിയന്ത്രിച്ച് ഒരു സുഗമമായ ചർച്ച നമുക്ക് നടത്താം. അല്ലേ നബീൽ സാബ്? അങ്ങനെ അങ്ങനെ ഇൻഷാ അല്ലാ അങ്ങനെ ചെയ്യുക. അവർ 3 മിനിറ്റ് ഒരാളെ സമയം, 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, 2 മിനിറ്റ് പറയട്ടെ. സുലമി പറയട്ടെ. മദനി ഓക്കെ. അപ്പോൾ ഏതായിരുന്നാലും പശ്ചാത്തല വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി നമ്മൾ ഒഴിഞ്ഞു മാറുകയോ അതല്ലെങ്കിൽ മാറാൻ ചിന്തിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇത് പൊതു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഫൈസിയുമായിട്ടാണോ റെഡിയാണ്, അതല്ലെങ്കിൽ ആരായിട്ടാണോ റെഡിയാണ്, നേരത്തെ ഫൈസി തന്നെ വിഷയങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യവസ്ഥയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദമാകുമ്പോൾ അതിലൊരു ഈക്വലായി 2 വിഭാഗത്തു നിന്ന് വേണ്ടി വരുന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും നിബന്ധന വെക്കേണ്ടി വരും. അതൊക്കെ ഒരു വിഷയമാണ്. പക്ഷെ ഒരു പൊതുവായിട്ട് ഇപ്പം നേരത്തെ മുനീർ മദനി പറഞ്ഞതുപോലെ കഴിഞ്ഞ വല്ലപ്പുഴ സംവാദ ചർച്ചയുടെ പശ്ചാത്തലടക്കം അദ്ദേഹം ഇങ്ങോട്ട് എടുത്തിട്ടു. ആ സ്ഥിതിക്ക് ഒരു പൊതുവായി ഇപ്പോൾ CD ഇറങ്ങുന്നതാണ് എല്ലാവരും കാണേണ്ടതുമാണ്. അപ്പോൾ ഒരു പൊതുവായ ശൈലിയിൽ തന്നെ ആവേണ്ടതാണ്. സമയം കഴിഞ്ഞ് അറിയിക്കണേ. എല്ലായിടത്തും എത്തിക്കേണ്ട രൂപത്തിലായതുകൊണ്ട് ഇതൊരു പൊതു പ്രശ്നമായതുകൊണ്ട് മൗലിദ് കിതാബാണോ, മൗലിദ് കിതാബ് ചർച്ച ചെയ്യണം, ഓതാൻ പറ്റുമല്ലേ അത് ചർച്ച ചെയ്യണം, ഒക്കെ നമ്മൾ ചർച്ചയിൽ വരേണ്ടതാണ്. കട്ടി കൂടിയതും ചർച്ച ചെയ്യണം, കുറഞ്ഞതും ചർച്ച ചെയ്യണം, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. മൗലിദുകളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് ഒരു പ്രശ്നമല്ല. നമുക്കറിയാം ഇന്ന് കേരളക്കരയിൽ ആദ്യമായിട്ട് ഏത് മൗലിദ് കിതാബാണോ ആ മൗലിദ് കിതാബ് വെച്ചിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. വല്യമ്മാന്റെ ഓതിയ മൗലിദ് കിതാബ് ഉണ്ട്, ആ മൗലിദ് കിതാബ് വെച്ചിട്ട് തന്നെ മുഴുവൻ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ ഞാൻ മർക്കസിൽ നിന്ന് ഇറങ്ങി, അതിൽ തിരുവരങ്ങാടിയിൽ നിന്ന് ഇറങ്ങി, അപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നുള്ള വിഷയം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമല്ല. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ മൗലിദ് ഓതൽ അത് പുണ്യാണോ അല്ലേ? പിന്നെ ഓതേണ്ടത് ഏത്, അത് രണ്ടാമത്തെ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലേക്കും നമുക്ക് വരാം, ഇതും വരാം. ഒന്നിച്ച് ചർച്ച ചെയ്യണോ, ഒന്നിച്ച് ചർച്ച ചെയ്യാം. മൊത്തം ചർച്ച ചെയ്യണോ, മൊത്തം ചർച്ച. ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെറുതെ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ സിറാജുദ്ദീൻ ഫൈസിയെ പ്രാദേശിക തലത്തിൽ ക്ഷണിക്കുന്നത് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ അപ്പുറമുള്ള മുനീർ മദനി ക്ഷണിക്കേണ്ട ആവശ്യമല്ല, അതുപോലെ ഞാനും ക്ഷണിക്കേണ്ട ആവശ്യമല്ല. എന്നാൽ പിന്നെ ഒരു തമ്മിലാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ ഫൈസിനോട് ആ വിഷയത്തിൽ ചോദിക്കേണ്ട ഒരു ആവശ്യമല്ല. പിന്നെ നമ്മളൊക്കെ വന്നത് എന്തിനാണ്? നമ്മളൊക്കെ വന്നത് നിങ്ങൾ വന്നതും നമ്മൾ വന്നതും ഇതൊരു പൊതു സംവാദം, ഒരു ചർച്ച ഈ വിഷയത്തിൽ നടക്കട്ടെ, ആളുകളുടെ സംശയം ദൂരീകരിക്കട്ടെ. അതുകൊണ്ടാണ് നടക്കുന്നത്. അല്ലാതെ ആരും പേടിച്ചിട്ടോ, അതൊക്കെ പഴയ ഡയലോഗുകളാണ്, മാറ്റാൻ സമയത്തുണ്ട്. അപ്പോൾ മുനീർ മദനിയോട് ഉണർത്താനുള്ളത്, എല്ലാവരോടും ഉണർത്താനുള്ളത് ചർച്ചകൾ നടക്കട്ടെ, പൊതുവായിട്ടോ അല്ലാതെയോ ഏത് ശൈലിയിലാണ്. അപ്പോൾ വല്ലാതെ വർത്തമാനം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ വിഷയമല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഫൈസി ഏറ്റെടുത്തത് വെറുതായി.
ഫൈസി വലിയ കാര്യമായിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഒരുപക്ഷെ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുത്തത് എന്തായിരുന്നു? അദ്ദേഹത്തോട് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് സംശയം ചോദിക്കാൻ പറ്റുമല്ലേ? എങ്കിൽ അത് ഓക്കെ, ആ നിലക്കൊരു ചർച്ച നടന്നോട്ടെ, ചോദിച്ചോട്ടെ. ഇവിടുത്തെ KNM-ന്റെ വല്ലപ്പുഴയിലെ KNM-ന്റെ പ്രവർത്തകർ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളതിന് മറുപടി പറയും. ഏതാണ്? അതും അതിൽ പറഞ്ഞിട്ടുണ്ട്. സെബീനയുടെ കിതാബ് 2 കിതാബ് ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ഒഴിവാക്കിയത്? ഒന്ന് CH പ്രസംഗങ്ങൾ മുജാഹിദിന്റെ എന്ന് പറയും, KNM-ന്റെ പ്രസംഗമൊന്നും അല്ലാതെ ഒന്നത്. അതേപോലെ മറ്റൊന്ന് കാരന്തൂർ മർക്കസ് നിറക്കി 5 ഉള്ളത്. ഈ ഇപ്പം 5, 6 ആയിക്കോ നമുക്ക് അറിയില്ല. ഏതായിരുന്നാലും ഈ 2 ഒഴിവാക്കിയിട്ട് ഇന്ന് നാട്ടിൽ അതിൽ പറഞ്ഞു തന്നെ എന്താണ്, ആ നിലക്ക് പിന്നെ നാട്ടിൽ വീടുകളിൽ അതുപോലെ തന്നെ പള്ളികളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക, നമ്മുടെ നാടുകളിലും പള്ളികളിലും ഓതി വരാറുള്ള ഒരു സബീന കിതാബ് വെച്ച് സംവാദം നടത്താനുള്ള വ്യവസ്ഥ എഴുതാൻ എന്നാണ്. അപ്പൊ അതിൽ പറഞ്ഞെന്താ, ഇങ്ങനെ ഈ 2 ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഏട് വെച്ചുകൊണ്ട് ഒരു ചർച്ചക്ക്. കാരണം മുമ്പ് വല്ലപ്പോഴും നടക്കാതെ പോയൊന്നുണ്ട്. നിങ്ങൾക്കറിയില്ല ബഹുമാനായ ഫൈസി, അതിന്റെ ക്ഷീണത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. അലവി സക്കാഫ് ഇപ്പോഴും വല്ല രംഗത്ത് കാണുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടാ? എന്നിട്ട് നമുക്കിന്റെ വ്യവസ്ഥയും കാര്യങ്ങളും പറയാം. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇവിടുത്തെ KNM-ന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് നിങ്ങളോട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഏട് വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ഓപ്പൺ ചാൻസ് നിങ്ങൾ കൊടുക്കുവോ? അതിനുള്ള ചങ്കുറപ്പ് ബഹുമാനായ ഫൈസിക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാ. 2-3 തവണ നിങ്ങളോട് മുമ്പിൽ ഇരുന്നുകൊണ്ട് ആവശ്യപ്പെടുന്നു, പക്ഷേ നിങ്ങൾ തയ്യാറാകുന്നില്ല. ഒറ്റ വാക്ക് റെഡി എന്ന് പറഞ്ഞു, പക്ഷേ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് വെച്ചിട്ടാ പോയത്. അതുകൊണ്ട് നിങ്ങൾക്കതിന് കഴിയൂലെന്ന് നിങ്ങൾ ഒപ്പമുള്ള ആൾക്കാർക്കും അറിയാം. മാത്രല്ല നിങ്ങൾ ഈ സീഡ് ശേഷം കാണാനിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ബോധ്യമാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോ ഈ നാട്ടിലുള്ള ഒരു നിലവിലുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട എന്ന് നിങ്ങളോട് ബഹുമാനത്തോടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ കൂട്ടത്തിൽ ഉമർ മൗലവിന്റെ പുസ്തകമൊക്കെ വായിച്ചല്ലോ, അതിന്റെ അപ്പുറം വായിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും കഴിഞ്ഞ വല്ലപ്പോഴ ചർച്ചയ്ക്ക് ശേഷം മർക്കസ് ഇറക്കിയതൊക്കെ സ്വഹിയാന്ന് മുജാഹിദിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആ സംവാദത്തിൽ തന്നെ അതെ എടുക്കേണ്ട കാര്യമില്ല എന്ന് അവർക്കും തീരുമാനമായി. പിന്നെ മദനിക്ക് ഓരോ വെടിപാടുകൾ ഉണ്ടാവലാണ് ഓരോ കാലത്തും. സിറാജുദ്ദീൻ ഫൈസി തയ്യാറാണെന്ന് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. വിഷയം എന്താണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അദ്ദേഹം സ്വീകരിച്ചത് SYS-ന്റെ സംഘടനയുടെ സ്റ്റേജിൽ നിന്നാണ് അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ്. സിറാജുദ്ദീൻ ഫൈസിയുടെ വീട്ടിലെ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ നയം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായി ആഗ്രഹിക്കുന്നത് ഇതൊരു ആദർശത്തിന്റെ വിഷയമെന്ന നിലക്ക് ഒരു പണ്ഡിതോചിത ചർച്ച നടക്കട്ടെ. അതിൽ സിറാജുദ്ദീൻ ഫൈസി ആയിരിക്കും ചിലപ്പോൾ വരിക. ആളല്ലല്ലോ വിഷയം. നിങ്ങളെന്നെന്താ എഴുതിയത്? ആളെ നോക്കണ്ട, തെളിവ് നോക്കിയാൽ മതി എന്നാണ്. പക്ഷെ ആ പറഞ്ഞ ആൾക്കും തെളിവില്ല എന്നല്ലേ ഇപ്പൊ മനസ്സിലാകുന്നത്. അത് മറ്റേ ദുർവ്യാഖ്യാനം പബ്ലിക്കേഷൻ ഉണ്ടാക്കി എന്നെ പുറത്ത് എഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആളെ നോക്കണ്ട, തെളിവ് നോക്കിയാൽ മതി, നിങ്ങൾ തന്നെയല്ലേ പഠിപ്പിച്ച്. അപ്പോ ഇവിടെ ഒരു സിറാജുദ്ദീൻ ഫൈസി പറയുമ്പോഴാണ് സുന്നത്തെ മാത്താവുക. അങ്ങനല്ല. സിറാജുദ്ദീൻ ഫൈസി റെഡിയാണ്, ഞാൻ റെഡിയാണ്, എലങ്കുൾ ഉസ്താദ്, രാമന്തളിയും റെഡിയാണ്, ഞങ്ങളെല്ലാം റെഡിയാണ്. ആര് വരും? അത് ഞങ്ങൾ സംവാദത്തിന് ദിവസം വരും. നമ്മൾ ആദർശം ചർച്ച ചെയ്യാ. നിങ്ങൾക്ക് ആരാണ് ഈ വിഷയത്തിൽ, നിങ്ങൾ എന്താ സബീന കിതാബോ എന്തോ ഏതൊക്കെയാണ് ഞങ്ങൾ? പിന്നെ അലബി സഖാഫി പഴയതിനേക്കാൾ ഇപ്പൊ കൂടുതൽ രംഗത്തുള്ള കാലാത്. മിനിയാന്നും നിങ്ങളുടെ വലിയ വലിയ ആളുകൾ മുഖാമുഖത്തിന് വന്ന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തതാണ്. അപ്പൊ അതൊന്നും വെറുതെ പറഞ്ഞുണ്ടാക്കണ്ട. മായിൻകുട്ടി സുല്ലമിനെ ഇവിടെ കാണാനില്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ എന്തെയാണ് മുങ്ങിയും. അപ്പൊ അതൊന്നും മാന്യതയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ആദർശത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടൊരു പൊതു സംവാദം നടക്കട്ടെ. സിറാജുദ്ദീൻ ഫൈസിക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതൊരു പക്ഷേ സിറാജുദ്ദീൻ ഫൈസി ഏറ്റെടുത്ത് സ്വന്തം നിലക്കല്ല, സംഘടനാ രംഗത്താണ്. അതായത് ഈ സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഏറ്റെടുത്തത്. ആ വെല്ലുവിളി സംഘടന ഏറ്റെടുക്കുന്നു. ഇനി സംഘടനയുടെ കീഴിൽ നടക്കുമ്പോ അത് ആര് വരണമെന്ന് സംഘടന തീരുമാനിക്കും. അതിന് വെച്ച ഫൈസി തന്നെ ആവാം. ഫൈസിക്ക് എന്തായാലും നിങ്ങൾ എന്നല്ല, നിങ്ങൾ ആര് വന്നാലും റെഡിയാന്നാ പറഞ്ഞത്. ഞങ്ങൾക്കിപ്പോ ഈ ഇരിക്കണ മുസ്ലിയാക്കന്മാരോ ഇനി കാന്തപുരം വന്നാൽ തന്നെ വലിപ്പേറിയിട്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു വിഷയമല്ല. ഞങ്ങൾക്ക് ഇനി ഉള്ളാൾത്തങ്ങൾ വന്നാലും ഒരു വിഷയമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്. പല വേദിയിൽ വെച്ച്, കേരളത്തിലെ പല വേദികളിൽ വെച്ച് നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയാണ്. നിങ്ങൾ പഠിക്കാതെ എന്ത് ചെയ്യാനാ? അപ്പോ ഈ വിഷയത്തിൽ സിറാജുദ്ദീൻ ഫൈസിയെ ഞങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാരണം എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹം തന്ന ലെറ്റർ ഇത് SYS ആണോ? ഇവിടുത്തെ ഏതെങ്കിലും ശാഖയാണോ? അല്ല. ഞാൻ വായിച്ചുതരാം. NK സിറാജുദ്ദീൻ ഫൈസി
PO വല്ലപ്പുഴ 679336 പാലക്കാട് ഡിസ്ട്രിക്ട് കേരള. ഈ ലെറ്റർ പേരിൽ അദ്ദേഹം കൊടുത്തത് ഇത് SIS അല്ല. അപ്പൊ ആ നിലക്ക് വ്യക്തിപരമായ ചർച്ച, വ്യക്തിപരമായിട്ട് അദ്ദേഹം എഴുതിയത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇയാൾക്ക് എന്താ ഈ വിഷയത്തിൽ ഇത്ര പ്രയാസം? ഇയാൾക്ക് എന്താണ് ഇത്ര പ്രയാസം? നേരത്തെ പറഞ്ഞ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നതാണ് എന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഫൈസി, ബഹുമാനായ ഫൈസി, നിങ്ങളോട് ബഹുമാനത്തോടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ പറഞ്ഞ വാക്കിന് വില നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? വാക്കിന് സ്ഥിരത ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ വല്ലപ്പുഴയിലെ KNM-ന്റെ പ്രവർത്തകർ, മുജാഹിദ് പ്രവർത്തകരോട്, ഈ മുജാഹിദ് പ്രവർത്തകർ ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞ 2 മൗലിദിന്റെ ഏടുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് ചോദിക്കട്ടെ. നിങ്ങൾ മറുപടി പറയും. കാരന്തൂർ മർക്കസ് ഇറങ്ങിയ സ്വഹീഹായിട്ടല്ല. അതെന്തിനാ ഒഴിവാക്കിയത്? അത് മാത്രമല്ല നാട് ചൊല്ലണത്. 90 വയസ്സായ വല്യമ്മ, നിങ്ങൾ മറന്നോ ഹസനി? നിങ്ങൾ മറന്നോ? മറക്കൂല. നിങ്ങള് ജീവിതകാലം മറക്കൂല. അലവി സക്കാവി മറന്നിട്ടുണ്ടാവില്ല. ഒരാൾക്കും മറക്കാൻ കഴിയൂല കേട്ടോ. അപ്പൊ അത് ഈ വെല്ലിമ്പയും അതുപോലെ വല്യാപ്പന്മാരും പലരും ചൊല്ലുന്നത് നിങ്ങളെ ഈ കാരന്തൂർ മർക്കസ് ഇറക്കി 5 ഏടല്ല. അതാണ് ഈ ചർച്ച ചെയ്യാമായിരുന്നു. അത് അന്ന് പറഞ്ഞതാ ഞങ്ങള്. അപ്പൊ ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇവിടെ നിങ്ങളോട് ചോദിച്ച ആ കാര്യമുണ്ട്. ആ ചോദിച്ചത് നിങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ടാവുമല്ലോ. അതെന്താന്ന് പറഞ്ഞോളൂ നിങ്ങള്. എന്നാ പ്രശ്നം തീരുമല്ലോ. എന്താണ് നിങ്ങൾ അത് ഏറ്റെടുത്തു? ഇവിടുന്ന് പറഞ്ഞല്ലോ ഏറ്റെടുത്തു, റെഡിയാണെന്ന്. എങ്കിൽ നിങ്ങൾ ആ വിഷയം ഇനിയെങ്കിൽ ഇത്ര വട്ടം നിങ്ങൾ നേരെ മുമ്പിൽ ഇരുന്നാണല്ലേ നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മോശമാക്കലായി പോവും. നിങ്ങളോട് വളരെ വിനീതമായി ചോദിക്കുന്നത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് ചോദിച്ചത്, അതിനെന്താണ് മറുപടി. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കല് പൊന്നാരം ഫൈസി, നിങ്ങളൊന്ന് പറയും. എന്തെങ്കിലും നിലപാടുകൾ പറയണ്ടേ? അല്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? ഇത്രയും കാലം നിങ്ങൾ വലിയ നേതാവാക്കി നിങ്ങളെ ഈ പ്രദേശത്ത് ആളായിട്ട് കൊണ്ടുനടന്ന് അവസാനം ഒന്നുമില്ല എന്നൊരവസ്ഥ വരില്ലേ? അപ്പോ ഏതായാലും ഇദ്ദേഹത്തിന് 90 വയസ്സെന്ന് കേൾക്കുന്നതന്നെ ഇപ്പൊ വളരെ വിഷമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണെങ്കിൽ നമുക്ക് 90-50 ആക്കാം. നിങ്ങൾ ആ വിഷമം ഞങ്ങൾ മനസ്സിലാവുന്നു. ഏതായാലും ഒരു കാര്യം തീരുമാനമായി ഇവിടെ, അതായത് ഒരു പൊതു സ്വഭാവത്തിലുള്ള ചർച്ചയ്ക്ക് ഇപ്പൊ തൽക്കാലങ്ങളില്ല. അത് വ്യക്തമായി. ഒരു വ്യക്തി, ഇന്ന വ്യക്തി വേണം എന്നാലേ സംവാദത്തിനുള്ളൂ എന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തി. അതാണ് ഈ വ്യവസ്ഥയിലെ ഒന്നാമത്തെ വിജയം. അതങ്ങനെ തന്നെയാണ്. തീർച്ചയായും ഞങ്ങളിത് ആദർശത്തിന്റെ പ്രശ്നമാണെന്ന നിലക്ക് വ്യക്തി വേണ്ട എന്ന രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചപ്പോ നിങ്ങളതിന് തയ്യാറല്ലെങ്കിൽ സിറാജുദ്ദീൻ ഫൈസിക്ക് വേണ്ടി ഞാൻ പറയുന്നു, 10,000 കുതിരശക്തിയോടെ ഫൈസി തയ്യാറാണ്. ഒരു സംശയത്തിൽ വേണ്ട, എഴുതി വെച്ചോ, തയ്യാറാണ്. എന്താ നിങ്ങൾ മനസ്സിലായത്? ഒരു പ്രശ്നവുമില്ല. ആ പറഞ്ഞതിന് സിറാജുദ്ദീൻ ഫൈസി നിങ്ങൾ പൊതുസംവാദത്തിൽ ഇല്ലെങ്കിൽ, ഞങ്ങളിത് പറഞ്ഞെന്തിനാ? ഇതിന്റെ മസ്ലഹത്ത്, ഈ വിഷയത്തിന്റെ സമഗ്രതയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്ന് ചർച്ച ആവട്ടെ. ആ പറ്റില്ല, ഫൈസി തന്നെ വേണം. എന്നാ പിടിച്ചോ, ഫൈസിനെ ഞങ്ങൾ തരുന്നു. ഫൈസി പറഞ്ഞ ആൾ അപ്പുറത്തുനിന്ന് കൊടുക്ക്, റെഡിയാണ്. ഫൈസി നിർദ്ദേശിക്കുന്ന ആള് കിതാബ് തിരിയുന്ന വല്ലപ്പുഴക്കാരനെ കൊടുത്താൽ സംഗതി റെഡി. ഇനി അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫൈസി നിർദ്ദേശിക്കുന്ന ആളെ അപ്പുറത്തുനിന്ന് വാദപ്രതിവാദത്തിന് ഇട്ടുകൊടുക്കും. ഇൻഷാ അല്ലാ ഞങ്ങൾ റെഡി, തയ്യാറായി കഴിഞ്ഞു. അന്നൊരു ചുക്കുമല്ല. AP അബ്ദുൽ ഖാദർ മൗലവി വന്നാലും ഞങ്ങളുടെ SBS കാരൻ മതി എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ. കാരണം ജിന്നും പെണ്ണൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ജിന്ന് എന്ന വിഷയത്തിൽ പഴയകാല തൗഹീദ് പോലും മാറ്റിമറിച്ചവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ ബോധമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ജിന്ന് സംവാദത്തിൽ നിന്ന് ജബ്ബാർ മൗലവി വരെ ഓടിക്കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലത്ത് ശിർക്കായത് പെങ്ങൾക്ക് തൗഹീദായി. കാരണം ജിന്നിനെ വിളിക്കൽ പണ്ട് ശിർക്കായിരുന്നു, പെങ്ങൾക്ക് തൗഹീദായി. ഈ രൂപത്തിൽ നിങ്ങൾ തൗഹീദിൽ വരെ അട്ടിമറി കാണിച്ച നിങ്ങൾക്കുണ്ടോ ഈ വിഷയമായി വല്ലതും അറിയുന്നു? അപ്പൊ ഞങ്ങൾ പറയുന്നു, സിറാജുദ്ദീൻ ഫൈസ് റെഡി 10,000 വട്ടം റെഡി. പക്ഷെ മൂപ്പര് നിർദ്ദേശിക്കുന്ന ആളെ അപ്പുറത്തുനിന്ന് കൊടുക്കാൻ തയ്യാറാവണം. അത്രേ ഞങ്ങൾക്ക് പറയുള്ളൂ. അപ്പൊ ഫൈസി എഴുതിയൊരു കത്ത് ഇവിടെ ഉണ്ട്. അത് ഒരു പക്ഷെ ഹസനി കണ്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മടുത്ത് വായിച്ചുതരാം, കേട്ടോളി. അതിൻ്റെ ഒരു ഭാഗം എന്താണെന്നറിയോ? ഇതിങ്ങനെ വന്നിട്ട് പ്രസ്തുത ഒരു വാദമൊക്കെ നേരത്തെ എഴുതിയിട്ട് ഇങ്ങനെ പറയണം. തെളിയിക്കാൻ കിതാബുകൾ തെറ്റുകൂടാതെ വായിച്ചർത്ഥം വിശദീകരിക്കാൻ കഴിയുന്ന വല്ലപ്പുഴ KNM യൂണിറ്റിലെ പ്രവർത്തകരുമായി, KNM യൂണിറ്റിലെ പ്രവർത്തകനെന്നുമല്ല, പ്രവർത്തകരുമായി വ്യവസ്ഥാപിതവും പണ്ഡിതോചിതവുമായ സംവാദത്തിന് ഞാനും ഈ ഫൈസി ഞാനും വല്ലപ്പുഴയിലെ സുന്നി പ്രവർത്തകരും തയ്യാറാണ്. ഞങ്ങളിത് വെറുതെ ചോദിക്കല്ല, അപ്പുറത്ത് നല്ല കുഴി നിങ്ങൾക്ക് വേണ്ടി കുഴിച്ചിച്ചണേ.
മനസ്സിലായി നിങ്ങൾക്ക്? അതൊക്കെ ഓരോന്ന് ആവശ്യത്തിന് നിങ്ങൾ തരും, ഡോസായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ വിജയം രണ്ടാമത്തെ വിജയം നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടോ? അസനെ സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തെ വല്ലപ്പോഴും ചർച്ചമായിരുന്നു ആക്കണ്ട, ഇത് നമുക്കൊരു വെപ്പെങ്കിലും എത്തണം, ഇത് ഇപ്പോഴെങ്കിലും നടക്കണം. ഈ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സെബീനന്റെ ഒരു ഏട് നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് ഒന്ന് മാറ്റുരക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതാ ചോദിക്കുന്നത്. അത് KNM-ന്റെ ഇവിടുത്തെ വല്ലപ്പുഴ പ്രവർത്തകർ നേരത്തെ ചോദിച്ചു നിങ്ങളോട്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പ ഏറ്റു. ഇപ്പോഴോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ തിക്തഫലം നന്നായി ഭവിഷ്യത്ത് നല്ലോണം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആകപ്പാട് അങ്കലാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. ഏതായിരുന്നാലും നിങ്ങളൊന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരി ഫൈസി, പൊന്നാര ഫൈസി, എത്ര വിട്ട് അഞ്ചാമത്തെ തൊട്ടല്ലേ ചോദിക്കണത്? ഒന്ന് നിങ്ങൾ പറയും, നിങ്ങൾ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ പറയും. മറ്റേ നിങ്ങളെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാണ്, നാട്ടുകാർ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങളെ ആൾക്കാർക്ക് ഇത്ര മോശമാക്കി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക, ആ നിലക്ക് നിങ്ങൾ മോശമാക്കല്ല. നിങ്ങളൊന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് വില ഉണ്ടെങ്കിൽ, ആ പറഞ്ഞ വാക്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞാളി ഇവിടുത്തെ KNM-ന്റെ ആ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറല്ല, അതിനോട് കഴിയൂല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാളി. എന്നിട്ട് 10,000 കുതിരശക്തി വെച്ചുകൊണ്ട് ഒരാളെ പറയാം, ഇവിടുത്തെ ഒരാളെ നിങ്ങൾ എഴുതിയതല്ല. KNM-ന്റെ വല്ലപ്പുഴയിലെ പ്രവർത്തകരും അവരോട് ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞാനും വല്ലപ്പുഴയിലെ സുന്നി പ്രവർത്തകരും തയ്യാറാണ് എന്ന് നിങ്ങൾ എഴുതി. അല്ലെങ്കിൽ ആ കത്ത് പിൻവലിക്ക്, ആ കത്ത് പിൻവലിക്ക്, നമുക്ക് വർത്താനം വേറെ പറയാം. ഫൈസി, ആ കത്തുകൾ പിൻവലിക്കാൻ തയ്യാറാണോ? കത്ത് അപ്പോ നിങ്ങൾക്ക് ഈ CD കേൾക്കുമ്പോ ജനങ്ങൾക്ക് തിരിയൂല എന്നുള്ള പേടി വേണ്ട. കാരണം ജനങ്ങൾ മുനീർ മദനിയല്ല ഈ ഇരിക്കുന്ന ഒന്നുമല്ല, ഒരു ബുദ്ധിയും കോമൺ സെൻസും ഉള്ള ആളുകളാണ്. അപ്പൊ ഫൈസി ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അത് തിരിയാൻ മാത്രം ബുദ്ധിയൊക്കെ ജനങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്കില്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വാചക കസർത്ത് നടത്തിയിട്ട് ഒഴിവാകാൻ നോക്കണ്ട. പിന്നെ ആർക്കാണ് ഒഴിവാകുന്നത് എന്നൊക്കെ തിരിയുന്നുണ്ട്. ഞങ്ങൾ ഒന്നുണ്ടുമ്പോൾ നിങ്ങൾ പേടിക്കുന്ന ഒന്ന് മാത്രമല്ലല്ലോ അക്കം. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത്. ഏതായാലിരിക്കട്ടെ, ആദർശപരമായ സംവാദം ആരാപ്പം ഒഴിഞ്ഞു മാറിയത്? ഞങ്ങളാ? അല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താ, അത് എല്ലാവരും കൂടിയിട്ടുള്ള പണ്ഡിതോചിത ചർച്ചയാവട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് അത് പറ്റൂല, ഒരു ഫൈസിയെ പറ്റുള്ളൂ. അപ്പൊ ആരാണ് ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? വ്യക്തമാണ്. എന്തേ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫൈസി മാത്രം ആയത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അതിനും തയ്യാറാണെന്നാ പറഞ്ഞ്. പക്ഷേ കൃത്യമായി എന്താ വായിച്ചത്? വല്ലപ്പുഴയിലെ സുന്നി പ്രവർത്തകരും നിങ്ങളുടെ മുജാഹിദ് പ്രവർത്തകരും, ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. കൃത്യമല്ലേ അത്? വല്ലപ്പുഴയിലെ പ്രവർത്തകർ വരും, ഉസ്താദുമുണ്ടാകും, ഉസ്താദ് സംസാരിക്കും, നിങ്ങളുടെ പ്രവർത്തകർ വരണം, നിങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ആര് സംസാരിക്കും അതുകൂടി തീരുമാനിക്കണം. അത് തീരുമാനിച്ചാൽ വിഷയം തീരുമാനവും. അവിടെയാണ് വിഷയം. അതല്ലേ ഞങ്ങൾ പറഞ്ഞ പോയിന്റ്. ആ പറഞ്ഞ ആളാരാണ്? അങ്ങോട്ട് കൊടുക്കി. ഫൈസിയോട് സമ്പാദിക്കണമെങ്കിൽ അത് ഉസ്താദ് പറയും. ഉസ്താദ് പറയുന്ന ആൾക്ക് തയ്യാറാണോ നിങ്ങൾ സമ്മതിച്ച ആളെ പറയും. നിങ്ങൾ പറഞ്ഞോ, ഈ വല്ലപ്പുഴയിലെ സംസാരിക്കുമ്പോൾ മാന്യത ഉണ്ടല്ലോ, എല്ലാരും കൂടി സംസാരിക്കലല്ലോ. നിങ്ങൾ വല്ലപ്പുഴയിലെ പ്രവർത്തകർ മൊത്തം വന്നോ, സംസാരിക്കുന്ന ഒരാള് ഇവിടുന്ന്, അതല്ലേ മാന്യത. ഇവിടുന്ന് വല്ലപ്പുഴയിലെ സുന്നി പ്രവർത്തകരും വരും, സംസാരിക്കാൻ ഉസ്താദ് തന്നെ തീരുമാനിച്ചു. നിങ്ങൾ മൊത്തവും വരിക, ഏത് വല്ലപ്പുഴയിലും KNM-ന്റെ പ്രവർത്തകർ, എന്നിട്ട് പറയാം ആര് സംസാരിക്കും. അത് ഉസ്താദ് പറയുന്ന ആളെ നിങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങൾ നിർദ്ദേശിക്കും. അത് നിങ്ങൾ തീരുമാനമായി, വിഷയം തീരുമാനമായി. അത്രേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് പറഞ്ഞു നോക്കുമ്പോ നിങ്ങൾ അവിടെ കുഴി വെച്ചിട്ടുണ്ട്, സ്വയം കുഴിയിൽ ചാടുകപ്പ ചെയ്യുന്നത്. ഇനിയാൾക്ക് മണ്ണിരണ്ട പ്രശ്നമുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇത് ബാലുശ്ശേരി വരെ വൃത്തപാടുന്ന കാലാണ്, നിങ്ങൾ ഓർക്കണം. അത് ഓർക്കണം നിങ്ങള്. ഞങ്ങൾ വല്ലപ്പോഴും വാദപ്രദേശം കിട്ടിയ നേട്ടാണ് അതൊക്കെ. എനിക്ക് കുത്തുബിയത്തും ചൊല്ലിക്കൂടെ ഞങ്ങളെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ ചെല്ലിപ്പിക്കുന്ന കാലാണ് അത്. അപ്പൊ അതുകൊണ്ട് ആ ജാതി ഡയലോഗ് നടിക്കണ്ട. ഉസ്താദ് തയ്യാറാണ്. നിങ്ങളെ KNM മൊത്തം വന്നോ വല്ലപ്പോയിലുള്ള, എന്നിട്ട് ആര് സംസാരിക്കും? എല്ലാവരും കൂടി സംസാരിച്ചാൽ അത് മറ്റേ മുജാഹിദ് പടയാവും, അത് പറ്റൂല. ആര് സംസാരിക്കും അത് തീരുമാനാക്കുക. ആ ആളെ ഉസ്താദ് നിർദ്ദേശിക്കും. അത് പറഞ്ഞാൽ വിഷയം തീർന്നു. അത്രേ ഉള്ളൂ. ഉസ്താദ് തീരുമാനിച്ചു കഴിഞ്ഞു, തയ്യാറാണ്. നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും വന്നോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പ്രവർത്തകരും വരും, ഉസ്താദ് സംസാരിക്കും. അവിടുന്ന് ആര് സംസാരിക്കും അത് ഉസ്താദ് നിർദ്ദേശിക്കും. അത് തയ്യാറാണോ? അല്ല നിങ്ങൾ വല്ലപ്പോഴും വന്നിട്ട് സമയം. ഇവിടെ സിറാജുദ്ദീൻ ഫൈസി ആദ്യമായി സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിച്ചത് ഞാനും വല്ലപ്പുഴയിലെ KNM പ്രവർത്തകരിൽ നിന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന ആളൊന്നല്ല. അത് നിങ്ങൾ മുമ്പ് സിറാജുദ്ദീൻ ഫൈസി പ്രസംഗിച്ച CD ഉണ്ട്, അയാൾ എഴുതിയുണ്ട്. അങ്ങനെയല്ല അയാൾ പറഞ്ഞത്. ഞാനും വല്ലപ്പുഴയിലെ KNM പ്രവർത്തകരും. അപ്പൊ KNM പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ KNM പ്രവർത്തകരിൽ നിന്ന് വല്ലപ്പുഴയിൽ നിന്ന് ആരും ചോദിക്കും. അത് സിറാജുദ്ദീൻ ഫൈസി തീരുമാനിക്കണ്ട. കാരണം ഞാനും വല്ലപ്പുഴയിലെ KNM പ്രവർത്തകരിൽ നിന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരാളെന്നല്ല മുമ്പ് പറഞ്ഞത്.
ഞാനും വല്ലപ്പോഴും KNM പ്രവർത്തകരുമാണ്. ഞങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ KNM പ്രവർത്തകർ ആരൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇഷ്ടം. അതിൽ നിങ്ങൾ ഭേദഗതി വരുത്തണ്ട. പക്ഷെ അങ്ങനെ നടന്നാൽ ഞാനും ഇവിടുത്തെ വല്ലപ്പോഴും സുന്നി പ്രവർത്തകരും ഞാനും KNM-ലെ വല്ലപ്പോഴും പ്രവർത്തകരും ഒരു ചർച്ച നടന്നാൽ ആ ചർച്ചന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും ഫൈസിനെ അതിനെ സംബന്ധിച്ചു. അതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഫൈസിന്റെ അവിടെ ആദ്യം പറഞ്ഞത് ഞാനും വല്ലപ്പോഴും KNM നിന്നും ഞാൻ നിർദ്ദേശിക്കുന്ന ഒരാളെന്നാ അങ്ങനെ രീതിയിലുണ്ടാകുന്ന മലയാളം തിരിച്ചു നോക്കാണ്. നിങ്ങളെ അറബി തിരിച്ച് മലയാളം തിരിയാല്ലെങ്കിൽ മലയാളം തിരികെ നോക്കി ഞാനും വല്ലപ്പോഴും KNM പ്രവർത്തകരിൽ നിന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരാളെന്നാണോ സക്കാഫി എഴുതി? പൈസ അങ്ങനെ എഴുതിയത്? ഞാനും വല്ലപ്പോഴും KNM പ്രവർത്തകർ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരാൾ അങ്ങനെ എഴുതി? അങ്ങനെ ചർച്ച ചെയ്യാം. അല്ലല്ലോ, ഞാനും വല്ലപ്പോഴും KNM പ്രവർത്തകരും അങ്ങനെയാണ്. അങ്ങനെ ചർച്ച ചെയ്യാൻ റെഡി ഉണ്ടോ? എന്താ പേടി? ഇപ്പൊ രണ്ട് ഓപ്ഷനുകൾ മുന്നിൽ വെച്ചു. എന്ത്? ഫൈസിയുമായിട്ടാണെങ്കിൽ ഞങ്ങൾ റെഡി, ഫൈസി അല്ലാതെ ഞങ്ങൾ ഒന്നിച്ചാണെങ്കിൽ ഞങ്ങൾ റെഡി. അപ്പൊ ഫൈസിയുമായിട്ടാണെങ്കിൽ ഞങ്ങൾ റെഡി എന്നുള്ളത് ഞങ്ങൾ യോജിക്കുന്നു. ആ യോജിക്കുന്ന വിഷയം മുന്നോട്ട് പോയിക്കൂടെ നമുക്ക്? അല്ലേ? ഫൈസിയുമായിട്ടാണ് നിങ്ങൾ റെഡിയാണ്, ഫൈസി അല്ലാത്ത കൂട്ടത്തിൽ നിങ്ങൾ റെഡിയാണ്. അപ്പൊ ഫൈസി ആയിട്ടാണ് ഞങ്ങൾ റെഡിയാണ്. ആ നിലക്ക് മുന്നോട്ട് പോവാ. പിന്നെ തർക്കിച്ചിങ്ങനെ സമയം കാണേണ്ട ആവശ്യമില്ലല്ലോ. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ സമ്മതിച്ചതായാലും നന്നായി. ഞങ്ങൾ രണ്ട് കാര്യം സമ്മതിച്ചു, നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ രണ്ടാമത്തും കൂടി സമ്മതിച്ചാൽ സംഭവം പൂർത്തിയാവും അവിടെ. കാരണം ഞങ്ങൾ പറഞ്ഞതിൽ രണ്ടാമത്തെ ആളെ നിശ്ചയിക്കുന്ന കാര്യം കൂടി. പിന്നെ ആ പ്രഭാഷണത്തിലും കത്തിലും ഒക്കെ പറഞ്ഞ വല്ലപ്പുഴയിലെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ ഇരുന്ന് വ്യവസ്ഥയിൽ ചർച്ച ചെയ്ത് അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ അവിടെ ഉണ്ടായത് മാത്രം അതുപോലെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഒരു വ്യവസ്ഥൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥയിലിരുന്ന് നമ്മൾ സിറാജുദ്ദീൻ ഫൈസി ആവശ്യപ്പെടുന്ന മുജാഹിദിൻ്റെ KNM വല്ലപ്പുഴയിലെ പ്രവർത്തകരിൽ നിന്ന് സിറാജുദ്ദീൻ ഫൈസി തിരഞ്ഞെടുക്കുന്നയാൾ സിറാജുദ്ദീൻ ഫൈസിയോട് ചോദ്യം ചോദിക്കുകയോ ആ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യുന്ന ഒരു സംവാദത്തിലേക്കാണ് പോകേണ്ടത്. അതാണ് സിറാജുദ്ദീൻ ഫൈസിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളെല്ലാവരും KNM വല്ലപ്പുഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് പോലെ സിറാജുദ്ദീൻ ഫൈസിക്ക് വേണ്ടി അതാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ഭവിഷ്യത്ത് അപ്പോൾ നമുക്ക് ബോധ്യമാകുന്നുണ്ട് രണ്ട് വിഷയങ്ങൾ രണ്ടെണ്ണം ഞങ്ങൾ സമ്മതിച്ചിട്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈ ഭവിഷ്യത്ത് പറഞ്ഞ് ഈ ആർക്കും തിരിയാത്ത ഭാഷയല്ല ഭവിഷ്യത്ത്. പ്രത്യേകിച്ച് അമീറിനെ അറിയാം. അമീർ നന്നായിട്ട് ഭവിഷ്യത്തുകളെ കുറിച്ച് പലപ്പോഴും ബോധവാനാണ്. ചില സമയങ്ങളിൽ ആ ഭവിഷ്യത്ത് ബോധ്യപ്പെട്ട് ആ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞ ആളാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ആർക്കും പറയാതെ തന്നെ അമീർ ഒതുക്കങ്ങളിൽ നിന്നുള്ള വ്യക്തി പറയുമ്പോൾ തന്നെ ഭവിഷ്യത്ത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ പറച്ചിലിനെ ഞങ്ങളും തിരിച്ചറിയുന്നു. അതുപോലെ നേരത്തെ ഈ ഭവിഷ്യത്ത് ഏറ്റുപിടിച്ച് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ മുനീർ മദനിയും ഒരുപാട് ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു വ്യക്തി എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചാലും ആ വെല്ലുവിളിക്ക് കൃത്യമായി മറുപടി അദ്ദേഹം പറയണമെന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാണ്. മുനീർ മദനി ആയതുകൊണ്ട് അടുത്ത മൈക്ക് മൂപ്പര കയ്യിലാണ് കാണുന്നത്. അപ്പോൾ പുളിക്കൽ വെച്ച് നൗഷാദാസിന് സ്ഥിരമായി മുനീർ മദനിയെ വെല്ലുവിളിച്ചൊരു സംവാദത്തിന്, പക്ഷേ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് മുനീർ മദനി ഇതുവരെ അവിടെ കണ്ടിട്ടില്ല എന്നുള്ളൊരു വാർത്ത കൂടി ഇവിടെ ഉണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കുമല്ലോ. അപ്പോൾ തീർച്ചയായും മുനീർ മദനി മറ്റൊരു സംവാദത്തിന് കൂടി അവിടെ ഒരുങ്ങുന്നുണ്ടാവും എന്നീ സമയത്ത് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയാണ്. മുനീർ മദനി അതിൽ നിന്ന് ഏതായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ സിറാജുദ്ദീൻ ഫൈസി ആവശ്യപ്പെടുന്ന KNM-ന്റെ പ്രവർത്തകനെ തയ്യാറാക്കാൻ നിങ്ങൾ ഒരുങ്ങുക. അതാണ് ഇതിൻ്റെ സുഗമമായ മുന്നോട്ട് പോകലിന് ഏറ്റവും ആവശ്യം. കാരണം ഞങ്ങളെല്ലാം തയ്യാറായല്ലോ. അതുകൊണ്ട് മുനീർ മദനിയിൽ നിന്ന് നല്ല മറുപടി ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു. പാവം ഫൈസി കാരണം ഇത്ര ഇടങ്ങേറിലാണ് ഇപ്പൊ കൊണ്ടുപോയി ചാടിക്കാന്നുള്ള മൂപ്പർ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്ത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൂപ്പർ വലിയ ഗോളിൽ ഏറ്റെടുത്ത കാരണം ആ നിലക്ക് തെളിവുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഏതായിരുന്നാലും മൈക്ക് ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. അപ്പൊ ആ നിലക്ക് മൂപ്പർക്കൊന്ന് കൊടുക്കിങ്ങള് നല്ല ബൗസാവേ ഒന്ന് കൊടുക്കി, മൈക്കൊന്ന് കൊടുക്കി, എന്നിട്ടൊന്ന് പറയട്ടെ മൂപ്പർ എന്താ അവിടെ പറഞ്ഞത്. പിന്നെ പുളിക്കൽ വന്നില്ല, അവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. രാമന്തളി വെറുതെ നമ്മളെ അസരിക്കിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. എന്താ പറയുക, മൂപ്പർ പല സ്ഥലത്തും മുങ്ങിയുണ്ട്. എവിടെ 21 ചോദിച്ചു നോക്കി. അതേപോലെ പലയിടത്തും ഉണ്ടാവും. ഇനിയിപ്പോ ഒരു സ്ഥലത്ത് ഗണ്ണന നിന്നു, അതിന്റെ പേരിൽ അവിടെ മുജാഹിദികൾ തോറ്റോടി എന്ന് പറയാം. വാഴക്കാടോ പേരോടെ ബൈക്ക് പോയോ, അതേപോലെ കുറെ സ്ഥലമുണ്ട്. നൗഷാദ്, നാദാപുരം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പലയിടത്തും ഉണ്ട്. ഏത് അത് സൽഫിയെ കണ്ടത് വേറെ, അങ്ങനെ പലയിടത്തുണ്ട്. ഞാൻ പറയുന്നത് ഈ നിലക്ക് പല സ്ഥലങ്ങളിലും ഗണ്ണന പ്രശ്നം നടക്കുന്നുണ്ട്. ചിലയിടത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലും നിർത്താറുണ്ട്, സ്വാഭാവികമാണ്. അത് തോറ്റോടി ആദർശപരമായി പാപ്പരത്താണെന്ന് പറയുകയാണെങ്കിൽ ഇതാ പേരോട് വാഴക്കാടുന്ന് അബ്ദുറഹ്മാൻ സലഫി ആയിട്ട് ഗണ്ണന നടത്തി അവിടുന്ന് അവസാനിപ്പിച്ച് പോയതാണ്, തോറ്റതാണോ, അതൊക്കെ വേറെ വിഷയം. വെറുതെ ഓരോ ചോദിച്ചാണ്ട് വേലിമ കടക്കുന്ന എടുത്താണ്ട് തോളിൽ ഇടണ്ട അമ്മന്തളി. ഒപ്പം അസരി ഉണ്ടല്ലോ, ആ മൂപ്പർക്ക് വെറുതെ ഒപ്പം നാട് കൊടുക്കണ്ട. അത് പറഞ്ഞത് ഇവിടെ നേരത്തെ നടന്നിട്ടുള്ള ആ ചർച്ച,
ആ നിലയ്ക്ക് നേരത്തെ നടന്നിട്ടുള്ള ചർച്ച അത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ ആ കരാർ പ്രകാരം കാര്യം നടക്കട്ടെ. ആ നിലക്കാണ് മൂപ്പരുടെ കത്തിൽ പോലും പറഞ്ഞിട്ടുള്ള ആ വാദം ഞാൻ വായിച്ചല്ലോ. ആ നിലക്ക് നടക്കട്ടെ. പിന്നെ എന്നിട്ട് ഒരു എന്താണ് ഒരു മുഖാമുഖം എന്ന് പറഞ്ഞിട്ട് ഒരു ആറോലൊക്കെ പാടെ ഇറക്കിയാണ്ട് അതിൽ പിന്നെ അബ്ദുള്ള സുലമിനെ പറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇത് ആർക്കും കഴിയൂ രാമന്തളി, നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് ആ ജാതി നമ്പറൊന്നും വേണ്ട. എന്നിട്ടോ എന്താ തെളിവ്? അബ്ദുള്ള സുലമിനെ പറയാൻ തെളിവ് എന്താ? മൂപ്പര ലേഖനം, അതിന്റെ ലേഖനം. അബ്ദുള്ള സുലമി അങ്ങനെയാണ് എന്ത് വാദപ്രയോഗം മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെളിവുണ്ട്. എന്താ തെളിവ്? മൂപ്പരന്റെ എഴുതിയാണ്. ഓ, വല്ലാത്ത സാധുത്തരായിപ്പോയി രാമന്തളി, നിങ്ങൾ ഇത്ര മോശമാണെന്ന് വിചാരിച്ചില്ലേ? ഏതായിരുന്നാലും നിങ്ങൾ വിഷയത്തേക്ക് വരിക. നമ്മളെ ഫൈസി പറയട്ടെ വിഷയം. അദ്ദേഹത്തിന് നിങ്ങൾ മൈക്ക് കൊടുക്കൂല നമുക്ക് അറിയാം. കാരണം മൂപ്പര കഥ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഈ വിഷയത്തേക്ക് ചർച്ച മൂപ്പർ പെട്ടതാണ്, സംഗതി പെട്ടതാണ്. മൂപ്പർ ആ നിലക്ക് വലിയ ഊക്കല് ആ ചോദിക്കണ മൂപ്പർ ആലോചിച്ചുണ്ടാവില്ല. അപ്പൊ ചോദിച്ചപ്പോ മൂപ്പർ ആ റെഡിയാന്നൊക്കെ പറഞ്ഞു ചെയ്ത്, പക്ഷേ റെഡി ആയില്ല. റെഡി ആകുമ്പോൾ ഒരു കയ്യൂല്ല. പിന്നെ എന്തിനാണ് പൊന്നാര ഫൈസി നിങ്ങൾ ഈ മനുഷ്യന്മാരെ പഴപ്പിക്കണത്? ഈ മനുഷ്യന്മാരെ കൊണ്ട് ഈ മാലിം മൗലും ചൊല്ലിക്കണ എന്തിനാണ്? ആ ജാതി ഏർപ്പാടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ഈ സമൂഹത്തിന്റെ ആ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് സമയം. അപ്പൊ ഏതായാലും മുനീർ മദനി പറയുന്നത് ഒരാൾ എഴുതിയത് അയാൾ പിന്നെ ഒരിക്കലും എടുത്തുദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഞാൻ ഏതായാലും ഇവിടെ ഒരു കാര്യമായിട്ട് അംഗീകരിക്കുകയാണ്. കാരണം നല്ല കട്ടിയുള്ള വാറോല സ്വന്തം മുന്നിൽ അതാ നമ്മളെ ചങ്ങലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ ഒരു ഗ്രന്ഥവും ഇനി മൂപ്പർ ഉന്നയിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ ഭാഷയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതിനേക്കാൾ നല്ല ഭാഷയിൽ എഴുതുന്നത് എൻ്റെ ഈ മറുഭാഗത്തുള്ള സദസ്സിൽ തന്നെ ഉണ്ടാവും ഉള്ള ആളുകളുണ്ടല്ലോ. അതിനേക്കാൾ നല്ല ഭാഷയിൽ, നല്ലതെന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ സ്വയംതിരുന്ന ഹൈർ എന്നല്ല, അത് കായക്കൊടി പഠിച്ചതാണത്. അത് കായക്കൊടി പഠിച്ചതാണ്, നമ്മൾ അങ്ങോട്ട് പോകണ്ട. മുനീർ മദനി ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഗണ്ണനല്ല. ഗണ്ണനത്തിൽ ഒരുപാട് എണ്ണം ഇനിയും തുടങ്ങാം നമുക്ക്. ഞാൻ ചോദിച്ചത് പുളിക്കൽ വെച്ച് സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് മുനീർ മദനി തയ്യാറാവാത്തതാണ് ഒന്ന്. രണ്ടാമത് നിങ്ങൾ എൻ്റെ നാട്ടിലെ ഖത്തീബല്ലേ, പയ്യന്നൂരത്തെ ആണല്ലോ. അവിടുന്ന് നിങ്ങളെ പ്രവർത്തകൻ രാമന്തലിയിൽ വെച്ച് നൗഷാദ് ഹസനിയോട് ഒരു വാക്ക് കൊടുത്തിരുന്നു. പയ്യന്നൂർ മേഖലയിലെ പ്രവർത്തകർക്ക് വേണ്ടി ഏറ്റെടുത്ത CD ഞങ്ങളതിലുണ്ട്. വഫീഹി ഇല്ലെത്താൻ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് സംവാദത്തിന് പറഞ്ഞു. ഇന്ന് വരെ ആ സാധുവിനെ കണ്ടില്ല. ജമിയത്തുലമന്റെ കത്ത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ആദ്യമൊക്കെ മൂപ്പർ റെഡിയായിരുന്നു. പിന്നെ മൂപ്പർ പറഞ്ഞ 5 സംവാദങ്ങൾ 6 സംവാദം നടന്നിട്ടുണ്ട്, എല്ലാം ജമിയത്തുലമന്റെ കത്തിലാണ്. ആലുവയൊക്കെ എണ്ണി. അവസാനം മൂപ്പരെക്കാട്ട് മെയിൽ ചെയ്ത് കൊടുത്തു, എഴുതി വെച്ചോളൂ, പയ്യന്നൂരത്തെ ചോദിക്കണം നിർബന്ധമായിട്ടും. അപ്പൊ ആ നിലയിൽ നമ്മൾ ഒന്നിച്ച് ട്രെയിനിൽ കാണുമല്ലോ തിരിച്ചു വരുമ്പോൾ, അപ്പൊ നമുക്കത് പൂർത്തിയാക്കും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളെ മൗലവിമാര് പയ്യന്നൂരിന്ന് അവസാനം ആ സാധു ഇപ്പം മിണ്ടാറില്ല, ഫോൺ എടുക്കാറില്ല. വേണം ഇപ്പോൾ വിളിച്ചാലും മൂപ്പർ എടുക്കൂല. എൻ്റെ ഫോൺ കൊണ്ട് ഇപ്പോൾ എടുക്കാറില്ല. എന്താ സാധു കുടുങ്ങിപ്പോയത്, നിങ്ങൾ പ്രസ്ഥാനത്തിലല്ലേ ഉള്ളത്, വിഷമം, പാവം പോട്ടെ പാവം. അപ്പം അതുകൊണ്ട് മുനീർ മദനിയും സ്വന്തം കൂടെ ഇരിക്കുന്ന നമ്മുടെ ചങ്ങലേരി മൗലവിയെ ഇങ്ങനെ പരിഹസിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം പലരും മൂപ്പരെ പരിഹസിക്കാറുണ്ട്, ദുർവ്യാഖ്യാനം പബ്ലിക്കേഷൻസെന്നോ ഒക്കെ പറയാറുണ്ട്. മൂപ്പർക്കും അങ്ങനെ തോന്നി തുടങ്ങിയത് കൊണ്ടാവാം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിച്ചിട്ടുണ്ടാവും. ഏതായാലും അതിലൊക്കെ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും അതെ ചങ്ങലേരി സ്വയം മൂപ്പരെ പുസ്തകം കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വിവരക്കേട് എങ്ങനെ പുസ്തകങ്ങളിലാക്കണം എന്ന് മൂപ്പര് തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് അതൊക്കെ വിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് തുടരാം. വിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയണ്ട. നമുക്ക് ഇവിടെയുള്ള ഈ ചർച്ച സിറാജുദ്ദീൻ ഫൈസി റെഡിയാണ്. സിറാജുദ്ദീൻ ഫൈസി പറയുന്ന ഒരാളെ നിങ്ങൾ തയ്യാറാക്കുക. ഇത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേൾക്കും, CD ആക്കിയാന്നൊക്കെ പറഞ്ഞല്ലോ. ആ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് നിങ്ങളെ പറ്റിയുള്ള എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതാ വിട്ടു. സിറാജുദ്ദീൻ ഫൈസി റെഡിയാണ്, പിന്നെ പക്ഷേണ്, അതാണ് പ്രശ്നം. അതാ സിറാജുദ്ദീൻ ഫൈസി നേരത്തെ പറഞ്ഞ വ്യവസ്ഥ പിന്നെ കത്തിലോ അല്ലെങ്കിൽ മൂപ്പരുടെ വെല്ലുവിളിയിലോ ഞാൻ വല്ലപ്പോഴും ഒരു മുജാഹിദിനെ നിർദ്ദേശിക്കും, എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദ്യം ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ ഉത്തരം പറയും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ രാമന്തളി ആയാലും നൗഷാദ് മൗലവി ആയാലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിറാജുദ്ദീൻ മൗലവി നിർദ്ദേശിക്കുന്ന ഒരാൾ ചോദിക്കണം. അങ്ങനെ അല്ലായിരുന്നു ആ വെല്ലുവിളിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ CD ഇവിടെ ഉണ്ടല്ലോ, ആ CD-യിലുണ്ട്. മുജാഹിദുകൾ ആരായാലും വന്നോട്ടെ, ഇവിടെ KNM-ന്റെ പ്രവർത്തകർ ചോദിക്കുക, സിറാജുദ്ദീൻ ഫൈസി അതിന് ഉത്തരം പറയാം. അതിന് റെഡിയാണെങ്കിൽ അതിൻ്റെ രൂപം നമുക്ക് ഉണ്ടാക്കാം. അതിനപ്പുറം നമ്മൾ പിന്നെ ഒരാളെ നിർദ്ദേശിക്കണം, നമ്മൾ ആര് ചോദിക്കണം എന്ന് സിറാജുദ്ദീൻ ഫൈസി നിർണയിച്ചു തരിക. എന്നിട്ട് ചോദ്യങ്ങൾ തന്നെ തന്നിട്ട് അതിന് ഉത്തരം പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഇനി കുറച്ച് ഞങ്ങൾ പറയും ചോദ്യം ഞാൻ തരാം, ആ ചോദ്യം എന്നോട് ചോദിക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തരുത്. ഞങ്ങൾ ആര് ചോദിക്കണം എന്നുള്ളത് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർ ചോദിച്ചോട്ടെ. പാവപ്പെട്ട ആളുകളല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ സിറാജുദ്ദീൻ ഫൈസിന്റെ ഭാഷയിൽ പറഞ്ഞ പടുജാഹിലീങ്ങളാണ്. അങ്ങനെ പടുജാഹിലീങ്ങളായ ആര് ചോദിച്ചാലും സിറാജുദ്ദീൻ ഫൈസി എന്ത് ചെയ്യണം, അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഇവിടെ ഉണ്ടായ ഈ വെല്ലുവിളിയും വ്യവസ്ഥയും പ്രകാരം. അപ്പം അതിനുള്ള
ഒരവസരമാണ് ബഹുമാനായ സിറാജുദ്ദീൻ ഫൈസി ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇപ്പോ ഞാൻ റെഡിയാണെന്നതോടൊപ്പം നിങ്ങളൊരാൾ എന്ത് ചെയ്യണം, ആര് ചോദിക്കണം എന്നുള്ളത് ഞാൻ തന്നെ പറയുന്നത്. ഞാൻ അവസാനം നിങ്ങൾ പറയും ഞാൻ തരുന്ന ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങറാ. അത് അങ്ങനെ പറയരുത്, നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഇവിടെ ഒരുപാട് സംവാദ ചർച്ച നടന്നല്ലോ, അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങളും ഭവിഷ്യത്ത് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ആ സംവാദ ചർച്ചയുടെ CD പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും അനുഭവപ്പെട്ടതാണ്. ഓരോന്ന് ചർച്ച ചെയ്യാന്നാണ് ആര് പറഞ്ഞത്? നൗഷാദ് പറഞ്ഞതെന്നാണ് പിന്നീട് നൗഷാദ് സംസാരിച്ചത്. ഒന്നും ഒന്നും വിശ്വസിക്കല്ലേ ജനങ്ങളെ എന്ന് അലവി സക്കാഫി ഓപ്പൺ ആയിട്ട് പറയാ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോന്ന് ചർച്ച ചെയ്യാ. എവിടെ ഓരോന്നല്ലല്ലോ, സബീനന്റെ അടിസ്ഥാനത്തിലാ. കുറച്ചെങ്കിലും ഉസറും വിളി ഉണ്ടെങ്കിൽ നൗഷാദ് ഹസൻ ഇന്ന് വരാൻ പാടില്ല. ഇവിടെ ഓരോന്നല്ല ചർച്ച ചെയ്യണ്ടേ. അങ്ങനെ പറഞ്ഞ നൗഷാദ് ഹസനി പിന്നെ ഈ ഭാഗത്തേക്ക് തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അലവി സക്കാഫി അത് തിരിച്ചറിഞ്ഞു, സാധു പോയി. അത്രത്തോളം സമയം കഴിഞ്ഞാ ഈ ചർച്ച ഇത്രയും ഞാൻ പറഞ്ഞത് അലവി സക്കാഫിക്ക് അത് ബോധ്യപ്പെട്ടു, ഈ സംഗതിയായിട്ട് ഇഞ്ഞു മുന്നോട്ട് പോയാൽ നടക്കൂലെന്ന്. പക്ഷെ നൗഷാദ് ഹസനിക്ക് അത്ര തന്നെ ബോധ്യപ്പെടുന്നില്ല. അലവി സക്കാഫിന്റെ അത്ര ഇല്ലല്ലോ, ചെറിയ ആളല്ലേ, ജൂനിയർ അല്ലേ. ആ ജൂനിയർ ആയതുകൊണ്ട് എന്തുണ്ട്, എന്ത് പെട്ടെന്ന് ബോധ്യപ്പെടൂലെന്ന്. ആ കത്താൻ കുറച്ച് സമയം എടുക്കും. ഈ ചർച്ച ഇത്രയും പതപ്പതിച്ചു പോകുന്നതിൽ വലിയ സങ്കടമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ആശങ്കപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു പണ്ഡിതോചിത ചർച്ചയ്ക്ക് വരണമെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞാണ് വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. അപ്പോൾ ഒരു സംസാരത്തിന് വരുന്ന സമയത്ത് പണ്ഡിതോചിതമായ ചർച്ച അല്ലെങ്കിൽ ഒരിക്കലും അത് ഫലപ്പെടുകയില്ല. നിങ്ങൾക്കറിയില്ലേ, ഈ വഴിക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു പോത്ത് കുത്താൻ വന്നാൽ ഞാൻ തിരിച്ചു കുത്താൻ പോകില്ല, ആൾക്കാർ എന്നെ ചീത്ത പറയാം. അതേ സമയത്ത് ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്യുക. അതേ സമയത്ത് കടപിടിക്കുന്ന ആളുകൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ സംവാദത്തിന് ഒരുക്കമാണ്, പക്ഷേ എനിക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ച് മുമ്പിൽ വെച്ച് വായിച്ച് അർത്ഥം വെച്ച് ബോധ്യപ്പെടണം. അങ്ങനത്തെ എനിക്കൊരു മാന്യത ഉണ്ടല്ലോ. ആളുകൾ പറയില്ലേ ഏതെങ്കിലുമൊക്കെ കുട്ടികളായിട്ട് സംസാരിച്ചാൽ എന്തിനാ എന്നെ പറ്റുക? ഞാനൊരു സംഘടന ഉത്തരവാദപ്പെട്ട ആളാണ്, എനിക്കൊരു മാന്യത ഉണ്ട്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നോട് അത്ര സംസാരിക്കാൻ പറ്റിയ ആളുകളായിരിക്കണം. അങ്ങനത്തെ ആളുകൾ വല്ലപ്പോയില്ല എനിക്കറിയാം. അങ്ങനെ എൻ്റെ മുമ്പിൽ തെളിയിച്ചാൽ അങ്ങനത്തെ ആളുകൾ ഞാൻ സന്നദ്ധനാണ്. ഞാൻ ഈ വ്യവസ്ഥയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റോ സമയത്തോ കിതാബുകൾ വെച്ച് ചർച്ച ചെയ്യണം. ആരാണായാലും ഈ കിതാബുകൾ തിരിയുന്ന ആളുകളാണോ, അല്ലാതെ ആരെങ്കിലും ആൾക്കാർ സംസാരിക്കാൻ പടച്ചോൻ പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ് ജാഹിലുകൾ സംസാരിക്കാൻ പാടില്ല. എനിക്കൊരു മാന്യത ഉണ്ട്, ഈ നാട്ടിൽ എനിക്കൊരു മാന്യത ഉണ്ട്. ആൾക്കാർ പറയില്ലേ ഈ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ എന്നെ ആൾക്കാർ അവഹേളിക്കൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരൊക്കെ വല്ലപ്പോഴും പ്രവർത്തകർ ആരാണെങ്കിൽ അവർ എൻ്റെ മുമ്പിൽ വരണം, കിതാബുകൾ വെച്ച് തെളിയിക്കും, ഞങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ ചർച്ച ചെയ്യും. വായിച്ച് തെറ്റുകൂടാതെ വായിച്ച് അർത്ഥം വെച്ച് വിശദീകരിക്കാൻ കഴിയുന്ന ആളുകൾ ആരാണെങ്കിലും ഓക്കെ റെഡിയാണ്, സംശയമല്ല വിഷയത്തിൽ. എന്താ പേജറുള്ളത്, അത് തെളിയിക്കണം, അതാണ് എനിക്ക് ആവശ്യം. അല്ല എനിക്കൊരു മാന്യത ഉണ്ട്. ഏതെങ്കിലും ആൾക്കാർ പറയില്ലേ ജാഹിലിങ്ങളോട് സംസാരിച്ചാൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞാലേ എനിക്കൊരു മാന്യത അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും, ഞാൻ ആദ്യം ഒരു ചർച്ച കൂട്ടാണ്, ഇത്രയും അതുപ്പതിച്ച് ചർച്ച ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഒരു വസ്തുത വിഷയണം, ജനങ്ങൾക്ക് വസ്തുത മനസ്സിലാവണം. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയത് ഉമർ മൗലവി, ഉള്ളടക്കം എന്താണെങ്കിലും അത് സത്യമാണെങ്കിൽ പോലും അത് ശിർക്കാണ്. എന്തൊക്കെ ഇത്ര ബേജാറ് തെളിയിക്കാൻ? നിങ്ങൾ തലവട്ടപ്പര എഴുതിയൊക്കെ വെച്ചല്ലേ, നിങ്ങൾക്ക് ബാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ നിഷേധിക്കും നിങ്ങളത്? ആദ്യമായിട്ട് തെളിയിക്കേണ്ട അതാ, പിന്നെ മൗലൂദിലേക്ക് വരുന്നത് ചർച്ചയിലേക്ക്. എന്നാലും ഫലമുള്ളൂ. മങ്കൂസ് മൗലൂദോ ഷറഫുലനാമോ ബദറോ മൊഹീദ്ദീനോ ഇതിലുള്ള തെറ്റുകൾ ഉണ്ടോ എന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് മൗലൂദ് ഓതാൻ പറ്റുമെന്ന് വിഷയം ചർച്ച ചെയ്യണം. അതാ ഞങ്ങൾ ആ കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ച്. എന്താ അതിലേക്ക് നിങ്ങൾ വരാത്തത്? അപ്പൊ ആ ചർച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് 1000 തവണ ഞാൻ ഒരുക്കാണ്. പക്ഷെ എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന നിങ്ങൾ ഏത് കിതാബിന്റെ ബിലോട് ഞാൻ വായിച്ച് അർത്ഥം വെച്ച് തരാം, വിശദീകരിച്ചു തരാം. അതേ സമയത്ത് അതേപോലെ തന്നെ